പറ്റാത്തവരു ഇതാക്കി വെച്ച് കേൾക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ സലീമിക്ക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒത്തിരി അറിവുകൾ പകർന്നു തരും. അദ്ദേഹത്തെ ഒത്തിരി സന്തോഷത്തോടും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു ഗീത മേഡം. വളരെ ഭംഗിയായിട്ട് എന്നെ പരിചയപ്പെടുത്തി. MC വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഇങ്ങനെ വേണം എല്ലാവരും ഒരു കാര്യങ്ങളും ചെയ്യാൻ. ഒരു സന്മനസ് കാണിക്കുക, ഒരു ഊർജം സംഭരിക്കുക. അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഇതിലിരിക്കുന്നതും ഇനി വന്നിരിക്കാനുള്ള ആളുകൾക്കും ഒക്കെ ഒരു എല്ലാവരും നമ്മൾ ഒന്നിനൊന്ന് മെച്ചമാവണമെന്നാണ് ഇതിനകത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ഗീതാമ്മയുടെ പരിചയപ്പെടുത്തി. എന്റെ പേര് സലീം എന്നാണ്. ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. എന്നെ ഈ ബയോട്ടോറിയം എന്ന ഈ സംഭവത്തിലേക്ക് കൊണ്ടുവന്നത് കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള അലിമോമസ്താറാണ്. ഇതിനകത്തുള്ള ഏറെക്കുറെ ആളുകൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ഞാൻ അദ്ദേഹം വഴി ഇതിനകത്ത് വന്നു, ഇത് മേടിച്ചുപയോഗിച്ചു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ ആണ് ഞാൻ പറയാൻ പോകുന്നതും. പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് തെറാപ്പി എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യുക, അത് ഉപകരിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ പരിപാലനത്തെ തുടർന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. അത് ട്രീറ്റ്മെന്റ് അല്ല എന്ന് ചില ആളിപ്പം മരുന്നില്ല എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് അല്ലല്ലോ. പക്ഷെ മരുന്നില്ലാത്ത ട്രീറ്റ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിട്ട് 5 വർഷമായിട്ട് ആയിക്കൊണ്ടുവരുന്നു. ഇത് നിസ്സാരം ആളുകളിലേക്ക്, അതായത് 4,00,000 ജനങ്ങളിലേക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി കിടക്കുന്ന ആളുകള് 3.5 കോടി ജനത്തിൽ ബാക്കിയുള്ള ആളുകൾ കിടക്കുക. അപ്പോ നമ്മള് ഇത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഓരോരുത്തരും ഈ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഇതിനുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ ഇഷ്ടം നമ്മൾ കാണിക്കാൻ കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ. അപ്പൊ അതിനൊതുങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇറങ്ങുന്നത്. ജനത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുന്നത്, നെഗറ്റീവിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എപ്പോഴും ഉള്ളിലൊരു ബോധം ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ മനോജ് സാറ് എത്രയോ ആളുകൾ അദ്ദേഹത്തിന് കളിയാക്കിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് വന്ന് ഇദ്ദേഹം ഇതിനകത്ത് എൻട്രി അടിച്ച് ഈ പ്രൊഡക്റ്റും കൊണ്ട് ജനങ്ങൾ നമ്മളെ പോലുള്ളടുത്ത് വരുന്ന സമയത്ത് എത്രയോ ആളുകൾ അദ്ദേഹത്തിനെ പരിഹസിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഓരോരുത്തരും ഇതിനകത്ത് ഉള്ള ഓരോരുത്തരെയും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അപ്പൊ ഒന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ നീങ്ങുന്ന സമയത്ത് അയാളിപ്പോ ഒരു ഡോക്ടറായി അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ഒരു ജനത്തിന്റെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ ഈ ബയോട്ടോറിയം ചെയ്യുന്ന ആളുകള് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ആയുധം ശേഖരിച്ച് വെക്കണം. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നവരെയും ഇതിനെ പുച്ഛിച്ച് സംസാരിക്കുന്നവരോടും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതല്ലാതെ ഈ സൂമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളും പോയി നമ്മൾ വിപണിയിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അത് ഓരോരുത്തരോട് ഇഷ്ടമാണ്. അപ്പോ ഇന്ന് ഞാനിവിടെ പറയുന്ന ഈ വിഷയം, മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റി പറയുന്ന വിഷയം, പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. പല പ്രാവശ്യം കേട്ടെങ്കിലോ നമ്മുടെ മനസ്സിൽ അത് ബൈഹാർട്ടാവുള്ളൂ. അപ്പോ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. അതല്ല ഇത് റെക്കോർഡാക്കി വീഡിയോ ആക്കണമെങ്കിൽ വീഡിയോ ആക്കി എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് പല പ്രാവശ്യവും നമ്മുടെ ഫോണിൽ തന്നെ വെച്ച് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയൊക്കെയാണ് എന്റെ ടീമിലുണ്ടായിരുന്ന ആളുകളെ ഇതിനെ പറ്റി പഠിപ്പിച്ചിരുന്നത്. ആ വ്യക്തികളൊക്കെ ഇതിനകത്ത് സൂമിലുണ്ട്. അപ്പോ അങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആരും ഒരു വ്യക്തികളുടെ മുമ്പിലും, ഇപ്പൊ സാധാരണക്കാരായാലും ഒരു എഞ്ചിനീയർ ആയാലും പോലീസുകാരനായാലും ഡോക്ടറായാലും അവരോട് സംസാരിക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബേസ്, പ്രൊഡക്റ്റ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തെല്ലാം ചെയ്യുമെന്നുള്ള കാര്യങ്ങള് ഏകദേശം ഒരു 40% നമുക്കൊരു അറിവ് ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാനും പറ്റും. നമ്മളെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് നെഞ്ചു പിടിച്ച് നടക്കാനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു അനുഭവം. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മള് ഇന്ന് പറയുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ പറയുന്നത്. ഈ തെറാപ്പികൾ നമ്മൾ പല തെറാപ്പികളും കേട്ടിട്ടുണ്ട്, ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിയങ്കരനായിട്ടുള്ള, അതായത് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ദൈവപുത്രൻ എന്ന് പറയുന്ന ഡോക്ടർ സാഗർ ജോഷി സാറ്, അദ്ദേഹം ഒരു
വലിയൊരു മനുഷ്യൻ എന്ന് പറയാൻ കാരണം ദൈവദൂതൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അതായത് മെമ്മറിയിലല്ലാതെ മറ്റു ആളുകളുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മറ്റു ആളുകളുടെ മെമ്മറിയിൽ ഇത് കയറിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോഡക്റ്റിന്റെ ബേസ് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത്. അപ്പോ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് 4 പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇതിനകത്ത് പറയുന്നത്. ഈ കമ്പനിയിൽ ആദ്യം ഇറങ്ങിയ പ്രൊഡക്റ്റ് ഞങ്ങളൊക്കെ ഇതിനകത്ത് വന്നപ്പോൾ ഈ 4 തന്നെ ഉള്ളൂ. അതായത് കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് പാഡ്, അത് 1 ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2 വെച്ചിട്ടുണ്ട് കമ്പനി. അതായത് വാട്ടർ പ്രൂഫിന്റെയും കൂടി വെച്ചിട്ടുണ്ട്. അതേപോലെയാണ് രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്ന വാട്ടർ പാഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോ ഇത് കൂടാതെ പിന്നുള്ളതാണ് നമുക്ക് ഈ മേറ്റൽ സ്പഡ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇത് പുതിയ പാക്കാണ്, പൊട്ടിച്ചിട്ടില്ല. അപ്പോ ഈ 4 പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളത് എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് റിസ്റ്റ് പാഡാണ് നമ്മളെ കമ്പനിയിൽ ആദ്യം വിശേഷിപ്പിക്കുന്ന സാധനം. നമ്മുടെ റിസ്റ്റ് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ സാധനം നമ്മുടെ മേത്ത് കയ്യിൽ നിന്നല്ല, നമ്മുടെ ശരീരത്തിൽ ഈ സാധനം സ്പർശിച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു എനർജി ഫീൽ ചെയ്യും. എനർജി ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എമ്മ കൊടുക്കുമ്പോ കാണുന്നില്ലേ. അപ്പോ ഇതിന്റെ കാരണം എന്താണ്? ഇത് നിയോഡൈമിയം മാഗ്നറ്റ്. എല്ലാവരും പറയുന്ന സബ്ജക്റ്റ് ആണ്, ഞാനും പറയുന്നത്. ആളുകൾക്ക് ബോറടിക്കരുത്, വേറെ ഒന്നുമല്ല. ബയോട്ടോറിയത്തിന്റെ കാര്യം പറയാൻ വരുമ്പോ ബയോട്ടോറിയത്തിനെ പറ്റിയല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഓരോ വ്യക്തികൾക്കും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഇതിനകത്ത് ഒരു 33ഓളം മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നിയോഡൈമിയം മാഗ്നറ്റ് ജൈവ കാന്തമാണ്, അതായത് ആർട്ടിഫിഷ്യൽ കാന്തമല്ല. ആളുകൾ പറഞ്ഞ കാന്തശീൽസ എന്നാണ്. ഇത് കാന്തമല്ല. കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ഇത്. അതായത് ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്ന് അനേകം അടി എന്ന് പറഞ്ഞാൽ 800 അടി പരം താഴ്ചയിൽ നിന്ന് മെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവിടെ ഒന്നും നമ്മൾ പോണില്ല. അങ്ങനെ അത്രയും സംവിധാനത്തോട് കൂടി എടുത്തിട്ട് കിട്ടുന്ന ഒരു മണ്ണാണിത്. ഈ മണ്ണിനാണ് ഡോക്ടർ സാഗർ ജോഷി സാറ് അദ്ദേഹത്തിന്റെ ബുദ്ധി വികാസം കൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള മാഗ്നറ്റിനെ, ഇതാണ് മാഗ്നറ്റ്, കാണാൻ പറ്റും ചിലപ്പോ, ഇതാണ് മാഗ്നറ്റ്. ഇത് ഈ ടൈപ്പിലാക്കാനുള്ളൊരു കാരണം നാനോ ടെക്നോളജിയിലും അദ്ദേഹത്തിന് PhD ഉണ്ട്, മാഗ്നറ്റിക്സിലും PhD ഉണ്ട്. ആ 2 PhD ഉള്ള ഒരു വ്യക്തിയായ നിലക്കാണ് ഈ മാഗ്നറ്റ് കണ്ടുപിടിക്കാനും ഇതിനിങ്ങനെ മാനുഫാക്ചറിങ് ചെയ്യാനും സാധിച്ചത്. ഇന്ത്യയിൽ എത്രയോ ആളുകളുണ്ട്, അവർക്ക് ആർക്കും അവരുടെ ബുദ്ധിയിൽ ആർക്കും പോകാത്തതാണ്. എല്ലാവർക്കും MBBS, ഡോക്ടർ, MD, അതേപോലെ തന്നെ ആയുർവേദം, ഹോമിയോ, അങ്ങനെ നിരവധി ഡോക്ടറാവാനാണ് ശ്രമിക്കാറ്. പക്ഷെ ഇതും ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് തുല്യത ഒത്തൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മള് വളരെ എല്ലാവരും നമ്മൾ അദ്ദേഹത്തിന് 120 വയസ്സാണ് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത്. 220 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് ദൈവം കൊടുക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ അത്രയും നമുക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഞാനടക്കം, എന്റെ ഭാര്യടക്കം, ഞാൻ കൊടുത്തതടക്കം, എന്റെ മിത്രാദികളടക്കം, എന്റെ മരുമക്കളടക്കം, പെൺമക്കളടക്കം, പേരക്കുട്ടികളടക്കം, അങ്ങനെ നിരവധി ആളുകൾക്ക് ഇതിനകത്തുള്ള എല്ലാവർക്കും കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇത് മേടിച്ചിങ്ങാതിട്ട് ഞാനിത് കൈമ കിട്ടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവൂല. 24 മണിക്കൂറും നമ്മുടെ ബോഡിയിൽ ഒരു ഓറ ഡെവലപ്പ് ചെയ്ത് നിൽക്കും. ഈ സാധനം നമ്മുടെ ശരീരത്തിനകത്ത് സ്പർശിച്ചാൽ നമ്മൾ അടുത്ത് ചെന്നിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് വരെ നമ്മുടെ ഇതിന്റെ പ്രഭാവം ഉണ്ടായിരിക്കും എന്നുള്ളതാ. നമ്മ തൊടണ്ട, നമ്മ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് നിന്നാ മതി. നിന്ന് കഴിഞ്ഞാലും ഇതിന്റെ ഒരു എഫക്റ്റ് അവർക്കും കിട്ടും എന്നുള്ളതാണ് സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടാ. അപ്പോ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ കാണുന്ന സാധനം. ഇത് നമുക്ക് നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ, അയൺ ഉണ്ട് എല്ലാവർക്കും. 4 മില്ലിഗ്രാം അയൺ എല്ലാവർക്കും ഉണ്ട്. ഈ അയണും ഈ മാഗ്നറ്റും തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോശങ്ങളെ വിഘടിപ്പിക്കും. കോശങ്ങളെ വിഘടിപ്പിച്ചിട്ട് കോശങ്ങളെ ഒറ്റ ഒഴുക്കാനായിട്ട് ഇവൻ സഹായിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ ഈ സാധനം നമ്മുടെ ശരീരത്തിനകത്ത് എവിടെ ഉണ്ടായാലും മതി, കയ്യിലോ കാലുമ്പലോ എവിടെ കെട്ടിയാലും ശരിയാണ്, നമ്മുടെ സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കും. ബ്ലഡിൽ ഓക്സിജൻ സ്റ്റോർ ആവുകയാണ് ഈ സമയത്ത്. നമ്മുടെ മാഗ്നറ്റൈസേഷൻ വാട്ടർ കൂടാതെ അതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത്, അതായത് നമ്മൾ ഇരുട്ടുള്ള റൂമിലേക്ക് വന്നിട്ട് ലൈറ്റ് ഇടുന്ന ഒരു അവസ്ഥയാണ്. ആ ലൈറ്റ് നമ്മുടെ ബോഡിക്ക് അനിവാര്യമാണ്. അത് ദൈവമായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഇന്നത്തെ പുതിയ കാലഘട്ടത്തില് പാദരക്ഷ വന്നതിന് ശേഷം നമുക്കത് കിട്ടാറില്ല. പ്രപഞ്ചത്തിലുണ്ട് മാഗ്നറ്റിസം, പ്രപഞ്ചത്തിലുണ്ട്, പ്രപഞ്ചത്തിൽ ഈ സാധനമുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിലുള്ളതും
ഇന്ന് ഇരുമ്പ് വലിച്ചെടുക്കുകയാണ്. ഇത് വെറുതെ നമ്മൾ ബയോട്ടോറിയം ചെയ്യുന്ന ആളുകൾ പറയുന്നതല്ല, നഗ്നസത്യമാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭൂമിയിലേക്ക് ഈ സാധനം വരുന്നത് ദൈവം തമ്പുരാൻ ഇത് വിടും. അതായത് നമ്മുടെ ഭൂമിയുടെ കറക്കത്തിൽ നിന്നാണ് പറയുന്നത് നമുക്ക് ഈ മാഗ്നറ്റിസവും ശുദ്ധവായുവും കിട്ടുന്നത്. നമുക്ക് ഈ പ്രാണവായു വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വിലയില്ല. ആ സാധനം അകത്തേക്ക് കയറാതെ വന്നപ്പോഴാണ് കൊറോണ വന്ന സമയത്ത് ലങ്സ് പ്രോബ്ലം ആയിട്ട് ആളുകൾ മരിച്ചത്. മനസ്സിലായിട്ടുണ്ടോ? അല്ലാതെ കൊറോണ കൊണ്ട് എല്ലാവരും മരിച്ചില്ല. ലങ്സിൽ കയറി കഴിഞ്ഞാൽ, ഈ വൈറസ് കയറി കഴിഞ്ഞാൽ ലങ്സിൽ അബ്സോർവ് ചെയ്ത് പുറത്തേക്ക് വിടുന്നില്ല, അകത്തേക്കും വിടുന്നില്ല, അവിടെ സ്റ്റോറായി നിൽക്കണം. അത് അങ്ങനെയുള്ള ആളുകളാണ് കൊറോണ വന്നിട്ട് മരണപ്പെട്ടു പോയത്. അപ്പോ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് സ്പർശിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ കൈമലോ കാൽമലോ ഉണ്ടെങ്കിൽ 90% നമുക്ക് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക്, സ്റ്റോക്ക്, അറ്റാക്ക് വരാതിരിക്കാൻ, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. ഈ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ നമ്മൾ പറയാറ്, അതായത് അസുഖങ്ങൾ വരാതിരിക്കാൻ ശരീരത്തിനകത്ത് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുക എന്നാണ്. എന്ന് വെച്ചിട്ട് നിരവധി ആളുകൾക്ക് നിരവധി വർഷം മരുന്നുകൾ കഴിച്ചിട്ട് അസുഖങ്ങൾ മാറാതെ ഇത് മേടിച്ചുപയോഗിച്ച് നമ്മുടെ ബോഡി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ബോഡിക്ക് ഒരു ഹീലിംഗ് പ്രോസസ് ഉണ്ടാവുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? ബോഡിക്ക് ഒരു ഹീലിംഗ് പ്രോസസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും നമ്മുടെ ബോഡി അത് സ്വീകരിക്കും. അത് തന്നെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് അതിന്റെ ന്യൂട്രീഷൻസ് നമുക്ക് നമ്മുടെ ഇന്റർണൽ ആയിട്ടുള്ള ഓർഗൻസിന് എത്തിക്കിട്ടും. അത് എത്തിച്ചു കൊടുക്കാനുള്ള ആളുകൾ വേറെ ഉണ്ട്, അവിടേക്ക് നമുക്ക് കുറവ് വരാം. അപ്പോ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് 90% നമുക്ക് അങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിക്കാം. 10% ദൈവത്തിന്റെ ഇരിക്കുന്ന കാര്യമാണ്. മരിക്കാതിരിക്കാൻ ഒരു മരുന്നും ഒരു ചികിത്സാ ഈ ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ല. അതും കൂടി പറഞ്ഞു വെക്കണ ഞാൻ. അപ്പോ 90% നമുക്കിത് ഉപകരിക്കും. അതേപോലെ തന്നെ നമ്മള് ഇന്ന് നമുക്ക് സംഭവിക്കാവുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റേഡിയേഷന്റെ വില മനസ്സിലായത് ഈ തെറാപ്പി സിസ്റ്റം നമ്മൾക്ക് കിട്ടി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് റേഡിയേഷൻ എന്നുള്ളൊരു പ്രോബ്ലംസിന്റെ അതിന്റെ കാഠിന്യം മനസ്സിലായത്. സത്യമല്ലേ ഞാൻ പറയുന്നത്? അതിനു മുമ്പ് നമുക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നതിന് റേഡിയേഷൻ ഉണ്ട് കേട്ടാ, അല്ലെങ്കിൽ കരണ്ടിന്റെ സ്വിച്ച് ഉണ്ടെങ്കിൽ റേഡിയേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മള്. പക്ഷേ അത് സത്യം ഒന്ന് മനസ്സിലായത് ഇതാണ്, ഇത് വന്നപ്പോഴാണ്. അപ്പോ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട വസ്തുവാണിത്. സാഗർ ജോഷി സാറിന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ട് ഈ പ്രോഡക്റ്റ് നിർമ്മിക്കാനുള്ള കാരണം, ഭൂമിയിൽ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ഒരു മണിക്കൂറിൽ 1633 കിലോമീറ്റർ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് അനേകം സംഭവങ്ങൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വസ്തുവാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഓക്സിജൻ. അതിന്റെ ഗുണം കൊണ്ടാണ്, ആ കറക്കം കൊണ്ടാണ് ഈ ഓക്സിജൻ വരുന്നത് നമുക്ക്. ഇത് തന്നെയാണ് മാഗ്നറ്റിസം ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഭൂമിയുടെ അടിയിൽ എത്രയോ സംഭവങ്ങൾ എന്നാണ് പറയുന്നത്, സയൻസ് ശാസ്ത്രജ്ഞർ പറയുന്നത് അറിയാൻ വേണ്ട. അപ്പൊ അവിടേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിന്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു വീഴാതിരിക്കാൻ നമ്മൾ ഗുണം ചെയ്യും. നമ്മുടെ സർക്കുലേഷൻ പ്രോപ്പർ ആയിരിക്കും, നമുക്ക് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു രോഗിയെടുത്ത് ചെന്നാലും ഓക്സിജൻ ലെവൽ കുറവെന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കൊടുത്തോ. ഞാൻ ഇഷ്ടംപോലെ ഇതിനകത്തിരിക്കുന്ന പലരും ഇഷ്ടംപോലെ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഡോക്ടർമാരെ അംഗീകരിച്ചിട്ടുണ്ട്. നല്ല അതായത് ദൈവീകതയുള്ള ഡോക്ടർമാരെ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം ചില ആളോട് പറയുന്നുണ്ട്. അത് രഹസ്യം എന്നുള്ളതാണ്. അവരുടെ സിലബസും ഈ സിലബസും കൂടി വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് അവർ പബ്ലിക്കിൽ പറയൂല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ നമുക്ക് നിരവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ, ഞാൻ അതിന്റെ കൂടുതൽ കിരിമുറിച്ച് പോകുന്നില്ല, നമുക്ക് സമയപരിധി ഉണ്ടല്ലോ. അപ്പോ ഈ റിസ്ക് വേണ്ട നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകള്, അതായത് നമ്മൾ ഇതിന്റെ എവിടെ പോകുന്നുണ്ടോ നമ്മുടെ കയ്യിൽ ഈ സാധനം വേണം. ഇത് മുറിച്ച് കളയരുത്. ഇത് ഈ ടൈപ്പ് ആക്കി കഴിഞ്ഞാല് ഒരാൾക്ക് ഇയർ ബാലൻസ് തെറ്റി അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മ സാധനം കെട്ടിക്കൊടുക്കേണ്ടത് തലയിലാണ്. ഇയർ ബാലൻസിന് മൈഗ്രീനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തലയിലാണ് ചെയ്യേണ്ടത്. ഇത് തലയിലേക്ക് എത്തൂല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ലെങ്തില്. അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാ. അതായത് ഇത്രയും ലെങ്തിൽ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഇത് നമുക്ക് പല ഭാഗത്തും മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയതിന്റെ പേരിലാണ് അദ്ദേഹം ഇത് അങ്ങനെ ചെയ്തതെന്നുള്ളതാണ്. അത് നമ്മൾ വിലയിരുത്തണം. നമ്മളത് മുറിച്ച് കളഞ്ഞ് സ്റ്റൈലായിട്ടല്ല, ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനാ, നമ്മുടെ ഒരു ഭാഗമാണ്. അതിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ചീത്താവാതെ നല്ല ക്വാളിറ്റിയോട് കൂടി ഇരിക്കണമെങ്കിൽ നമ്മളിത് ഇങ്ങനെ തന്നെ കെട്ടണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കെട്ടിയത് ഇടയ്ക്ക് നമ്മൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്ന വെള്ളത്തിൽ മുക്കി വാഷിയല്ല, അല്ലാത്ത വാഷിംഗ് ഉണ്ട്. അത് വേണമെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതിന് ഒരു സ്മെല്ലും ഉണ്ടാവില്ല എന്നുള്ളതാണ്.
അപ്പൊ അതാണ് നമ്മുടെ ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഒരു ഗുണം. അപ്പോ ഇതൊരു ഡോക്ടർക്ക് തുല്യത്വ സാധനം എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. ഒരു വീട്ടിൽ ഒരു ഡോക്ടർ, ഒരു കുടുംബ ഡോക്ടറാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ജനങ്ങളോട് പറയാൻ എന്തിനാ മടിക്കുന്നത്? നമുക്ക് ചങ്കുറപ്പോട് കൂടി പറയാൻ പറ്റൂലേ, ഇന്ന പ്രോഡക്റ്റ് ഇന്ന മാതിരി നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യും, നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ എഫക്ട് ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൂടി ശരീരത്തിനകത്ത് ആഡ് ചെയ്തെങ്കിലാണ് നിങ്ങൾ കഴിക്കുന്ന മരുന്ന്. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആളുകളിലെ എന്റെ അടക്കമുള്ള ആളുകളിലെ അസുഖങ്ങൾ മാറിയിരിക്കുന്നത്. അതല്ലാതെ രോഗം മാറ്റുന്ന മരുന്നല്ല. മരുന്ന് ശരീരത്തിനകത്ത് പിടിക്കണമെങ്കിൽ അത് ആ ഓർഗൻസിന്റെ കേട് മാറണമെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് കൂടി വേണം. അതല്ലാത്ത ബോഡിയിൽ ഒന്നും മരുന്ന് എഫക്ട് ചെയ്യില്ല. മരിക്കണ വരെ മരുന്ന് കഴിക്കണം. 100% നമ്മൾ കണ്ടുപോരുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്തിരിക്കുന്ന വ്യക്തികള്. എന്റെ ഭാര്യയ്ക്ക് എൻജോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. ഒരു ബ്ലോക്ക് 99% ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഞങ്ങള് ചെക്കപ്പിന് പോയ സമയത്ത് ആ ബ്ലോക്ക് അങ്ങോട്ട് മാറി. ആ ബ്ലോക്ക് കാണുന്നില്ല. ഡോക്ടർക്ക് അതിശയമായി പോയെന്നുള്ളതാണ്. ഇത് നിരവധി ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളതിനകത്ത്. പക്ഷെ എനിക്ക് എന്റെ അനുഭവം അല്ലേ പറയാൻ പറ്റുള്ളൂ. അതല്ല എന്റെ ഏറ്റവും വലിയ വഴികാട്ടി. എന്റെ ഭാര്യ ഇന്ന് ഒരു ടാബ്ലറ്റും കഴിക്കുന്നില്ല. 13 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് കഴിക്കുന്നതാണ്. ഇന്നൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ ഇന്നലെ സന്തോഷത്തോടു കൂടി ഞാനും എന്റെ ഭാര്യയും മാത്രമുള്ളൂ വീട്ടില്. മക്കളൊക്കെ കല്യാണം കഴിച്ചു പോയി. മകൻ ഗൾഫിലാണ്. ഞങ്ങൾ ഇന്നലെ സന്തോഷത്തോടെ ജീവിക്കുന്നു. മരുന്ന് കഴിച്ച് നരകിച്ച് ദുരിതാനുഭവിച്ച് നരകിച്ച് ജീവിതം മടുത്ത് ജീവിച്ചിരുന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ആസ്പത്രിയും സംവിധാനങ്ങളും ഡോക്ടേഴ്സും ടെക്നോളജി ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ബയോട്ടോറിയം പ്രോഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഇത് മനുഷ്യനെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ ഈ സാധനം മേടിച്ച് ഉപയോഗിക്കാൻ തോന്നുള്ളൂ. അല്ലാത്തവർക്ക് തോന്നൂല കേട്ടാ. ഞാൻ പറയാൻ കാരണം, അങ്ങനെ എല്ലാവരും പഠിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് പറഞ്ഞിട്ടുള്ള, ഞാനും നിങ്ങളും മതോത്സാഹങ്ങളടക്കം ചെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എല്ലാവരും ഇത് ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിൽ 1 കോടി ജനമെങ്കിലും ഇത് ഉപയോഗിച്ചാണ് ഇരുന്ന്. മനസ്സിലായോ? നെഗറ്റീവാണ്. നെഗറ്റീവ് അതറിയില്ല എന്നിട്ടാണ്. അത് മനസ്സിലാക്കണം. അവർക്ക് അറിയില്ല ഈ സയൻസ് എന്താണെന്നും ഇങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല. ചിലർ ചോദിക്കാറുണ്ട് ഇത് എന്തിട്ടാണ് കൈമലെന്നുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വിശദാംശം നമ്മൾ പറയാറുണ്ട് മാത്രമേ ഉള്ളൂ. ഒട്ടുമിക്ക ആള് നെഗറ്റീവാ. അവര് പോസിറ്റീവായി കൊണ്ടുവരലാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ റിസ്റ്റ് ബാൻഡിന്റെ കാര്യം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അത് കൂടാതെ നമ്മൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ മുതല്. അതായത് വാട്ടർ എനർജി പേഡ് എന്നാണ് ഞാനിത് ഇട്ട് കാണിക്കാൻ കാരണം, പുതിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഇത് കാണണമല്ലോ. അപ്പൊ ഇതാണ് വാട്ടർ എനർജി പേഡ് എന്ന് പറയുന്നത്. ഈ വാട്ടർ എനർജി പേഡ് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വെള്ളം ശുദ്ധീകരിക്കാൻ മാത്രമല്ല, എവിടെ പെയിൻ ഉണ്ടോ ആ പെയിൻ ഉള്ളിടത്തത് കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പെയിൻ അപ്പം മാറി കിട്ടും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ അതുകൊണ്ടാണ് ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചില്ലുകുപ്പിയിലായിരിക്കണം ഇതേപോലെ നമ്മൾ ചുറ്റി വെക്കേണ്ടത്. അതായത് ചില്ലുകുപ്പിയായിരിക്കും. ചില്ലുകുപ്പി ഏറ്റവും മസ്റ്റ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ചില്ലുകുപ്പിയിൽ നമ്മ കുടിക്കുന്ന വെള്ളം എടുത്ത് നമ്മ കുപ്പി തുടച്ച് ഡ്രൈ ആക്കിയിട്ട് ഈ സാധനം അങ്ങോട്ട് ചുറ്റി വെച്ച് ഇതുപോലെ ചുറ്റി വെച്ച് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം നമ്മുടെ ശരീരത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള വെള്ളമായി മാറും. ശരീരത്തിന് സൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം. വെള്ളം നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട്. കിട്ടുന്ന വെള്ളം കുടിക്കുകയാണ് നമ്മള്. അതല്ലാതെ നമ്മുടെ ശരീരത്തിന് അടക്കമുള്ള വെള്ളമല്ല. നമ്മുടെ ബോഡിക്ക് എഫക്ട് ചെയ്യുന്ന വെള്ളം നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടുന്നത് തെറാപ്പി ചെയ്യുന്ന ആളുകളെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇത് മേടിച്ച് ഉപയോഗിക്കുന്നവർക്കല്ലാതെ ജീവജലം കിട്ടുന്നില്ല. അതായത് 2,65,000 രൂപ കൊടുത്ത് മേടിക്കുന്ന കങ്കൻ മാറ്ററിന്റെ ഫസ്റ്റ് ക്വാളിറ്റി മെഷീൻ, കങ്കൻ മാറ്റർ എന്ന് പറയുള്ളൂ. ആ സാധനത്തിനകത്തും മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആവൂല. അതായത് ആൽക്കലൈൻ വാട്ടർ ആവും. അത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും വെള്ളത്തിനെ കാണാനായിട്ട്. പക്ഷെ അതിന്റെ തന്മാത്രകൾ വിഘടിപ്പിക്കാനായിട്ട് കങ്കൻ വാട്ടറിന് സാധിക്കൂല. ഞാനത് തെളിയിച്ചിട്ടുണ്ട്. ഡോക്ടർ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തർക്കിച്ചു. അദ്ദേഹം കഠിനമായിട്ട് തർക്കിച്ചതല്ല, അതൊരു ഒരു സംവാദം പോലെയായിരുന്നു ഞങ്ങൾ തമ്മില്. പക്ഷെ പുള്ളി തർക്കിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളെ കങ്കൻ വാട്ടറിന്റെ മെഷീൻ കൊള്ളൂലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഡോക്ടർ, അത് ആൽക്കലൈൻ വാട്ടറാണ്. പക്ഷെ ആൽക്കലൈൻ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആവാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഡോക്ടർ. അതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഡോക്ടർ സാഗർ ജോഷി എന്ന് പറഞ്ഞ ആ വ്യക്തി കണ്ടുപിടിച്ച പ്രോഡക്റ്റ് ആണിത്. ഇപ്പൊ എന്റെ സാധനം ഉണ്ടായിരുന്നു, ഞാനപ്പോ അത് കൊണ്ട് ചില ആളുകളെ കാണാൻ പോകുമ്പോൾ പ്രോഡക്റ്റ് കൊണ്ടുപോകും.
ഊഹാമോഹം പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ അതുകൊണ്ട് സെറ്റ് അടക്കം കൊണ്ടുപോകും ഞാൻ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം അന്ന് ഈ വെള്ളം നമ്മൾ ഒറ്റ മാഗ്നറ്റും വെച്ച് നമ്മൾ ആ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഡെമോ കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ കങ്കൻ വാട്ടറിന്റെ ഷീറ്റിലെ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഡെമോ കൊടുത്തു. ആ വെള്ളം തന്നെ നമ്മൾ കുറച്ച് ഗ്ലാസ്സിൽ വേറെ എടുത്തിട്ട് അത് മാഗ്നറ്റും വെച്ച് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ വെള്ളം തൊട്ട് കണ്ട് ഡെമോ കൊടുത്ത്. അപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് ഇത് കാര്യമാണെന്നുള്ളത് മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളുടെ മൗത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള വെള്ളം കിട്ടണം ഏത് മനുഷ്യനും. പക്ഷിമൃഗാദികൾക്കടക്കം ശരി തന്നെയാണ്, മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾക്കൊക്കെ നമ്മൾ ഇത് കൊടുക്കുമ്പോ, പക്ഷികൾക്ക് കൊടുക്കുമ്പോ അവർക്ക് പുനർജീവിതം കിട്ടാൻ കാരണം. മനസ്സിലായിട്ടുണ്ട? അപ്പോ നമ്മുടെ ശരീരത്തിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ബ്ലഡിന്റെ pH പറയുന്നത് 7.35 ആണ്. അപ്പോ അങ്ങനെയുള്ള നമ്മുടെ ആ സംഭവത്തിലേക്ക് ഈ 7.8, 8, 10, 15 ഒക്കെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറില്ല. ഇത് പെട്ടെന്ന് വരുന്ന ശരീരം അബ്സോർബ് ചെയ്യും. അതായത് വെറുതെ കുടലിലോട്ട് അങ്ങോട്ട് ചെന്നിട്ട് ബ്ലാഡർ മൂത്രമാക്കി അങ്ങോട്ട് തിരിച്ചു വിട്ടുകളയുന്നുള്ളതാണ്. മറിച്ച് നമ്മുടെ കോശങ്ങളുടെ മൗത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള വെള്ളം, വെള്ളമാണ് നമുക്ക് ഈ സാധനം ചുറ്റി വെച്ചാൽ ആക്കി കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഈ കമ്പനിയിലുള്ള ഒരു മെഡിസിൻ, അതായത് ജീവജലം. ഈ വെള്ളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അതേപോലെ തന്നെ ആ 7.3 വരുന്ന തന്മാത്രകളെ വിഘടിപ്പിച്ചുകൊണ്ട് ചെറുതാക്കിക്കൊണ്ട് നമ്മുടെ കോശങ്ങളുടെ മൗത്തിന് 7.35 കൊണ്ടുവരും. ഈ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ കോശങ്ങളുടെ ക്ലെൻസിങ് നടക്കുക. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഓട്ടോമാറ്റിക്കലി മൂപ്പരാൻ വലിയ സയന്റിസ്റ്റ് ആയിരുന്നു. ഏത് ദൈവം തമ്പുരാനെ. മൂപ്പരാൻ ഓരോ സിസ്റ്റങ്ങൾ ബോഡിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഡീറ്റോക്സിക്കേഷൻ പ്രക്രിയ. ഈ ഡീറ്റോക്സിക്കേഷൻ പ്രക്രിയ നടന്നിരുന്ന ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഭൂമിയിൽ നിന്ന് കാര്യശക്തി കിട്ടുമ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല പവർ ഉണ്ടായിരിക്കും, നമ്മുടെ ഹാർട്ടിന്റെ മസിലിനൊക്കെ നല്ല പവർ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ പോയി പിന്നീട് വന്നപ്പോ അതൊക്കെ താളം തെറ്റി എന്നുള്ളതാണ്. താളം തെറ്റി നമ്മൾ ഇതിനു വേണ്ടി ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ താളം തെറ്റല് നമുക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ നേരത്തെ എങ്ങനെ ജീവിച്ചിരുന്നുവോ ആ രീതിയിൽ ജീവിക്കാൻ നമുക്ക് ആരോഗ്യത്തോടു കൂടി നമ്മുടെ പൂർവികർ ജീവിച്ച മാതിരി നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബയോതെറാപ്പി. അപ്പോ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ കോശങ്ങളിൽ, നമ്മൾ കുടിക്കുന്ന വെള്ളം 100 മില്ലി വെള്ളം കുടിച്ചാൽ 80 മില്ലി വെള്ളവും നമ്മുടെ കോശങ്ങളെ ആഗിരണം ചെയ്യുകയും നമ്മുടെ കോശങ്ങളെ ക്ലെൻസിങ് നടക്കുകയും ചെയ്യുമ്പോൾ ബോഡിയിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള, അതായത് ബ്ലഡിനകത്ത് കോശങ്ങളിൽ നടന്നു പോയിട്ടുള്ളതായിട്ടുള്ള എല്ലാ ടോക്സിൻസിനെയും ദിവസേന റിമൂവ് ചെയ്ത് പുറന്തള്ളപ്പെടുത്തുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ ക്വാളിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് ബ്ലഡിന്റെ ഒഴുക്ക് പ്രോപ്പർ ആവും. അതായത് എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടുവോ അവിടെയൊക്കെ ചെന്നിട്ട് നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ, ഓക്സിജൻ എന്നുള്ള വെള്ളമാണ്, അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഓക്സിജനേറ്റ് വാട്ടർ ചെന്ന് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ചെന്ന് ദിവസേന ക്ലീൻ ചെയ്യും. ഒറ്റടിക്കല്ല. ഇപ്പൊ ബ്ലോക്കും സ്റ്റോക്കും വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഒറ്റടിക്ക് എഫക്ട് ചെയ്യൂല. അവര് 6 മാസം 1 വർഷമൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ബ്ലോക്കിനെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ക്വാളിറ്റി കുത്തിയല്ല, പൂട്ട് കുത്തണമാതിരി കുത്തിയല്ല. ഈ വെള്ളം ചെന്നിട്ട് ക്ലെൻസ് ചെയ്യാണ്. അതാണ് ക്ലെൻസിങ്, ബാലൻസിങ്, ആക്ടിവേറ്റിംഗ് ഡിഫറെന്റ് സിസ്റ്റം ബോഡിക്ക് ദൈവം തമ്പുരാൻ പടച്ചു വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം പ്രാവർത്തികമാകുള്ളൂ. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എപ്പോ എഴുന്നേക്കുന്നുവോ ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മള് പല്ല് തേക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. പക്ഷെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഞാൻ അവൾക്ക് പോലില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ചില ആളുകൾ ചളിപ്പ് തോന്നിയെന്ന് എനിക്ക് തോന്നി. അതായത് നമ്മുടെ അകത്ത്, നമ്മുടെ വയറ്റിൽ നിന്ന് പോരുന്ന ഒരു സംഭവമുണ്ട്. അതായത് അതൊരു വലിയൊരു ഒരു പ്രോബയോട്ടിക്കാണ്. ഈ സാധനം നമ്മൾ പല്ല് വെച്ച് മൂലൊഴുകി പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. സലൈവ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു പ്രോട്ടീൻ ബാക്ടീരിയയാണത്. ഈ സാധനത്തിന് നമ്മൾ കളയുകയാണ്. പക്ഷെ ഇത് കളയാതെ നമ്മൾ സലൈവ എന്ന് പറയുന്ന ആ സംഭവം നമ്മുടെ കുടലിലേക്ക് ചെല്ലുകയാണെങ്കിൽ കുടലിനകത്തുള്ള സിഫോ എന്ന് പറയുന്ന വൈറസ് ഉണ്ട്, ഫംഗസ് ആണത്. ആ ഫംഗസിനൊക്കെ പുറത്തേക്ക് തള്ളിക്കളയാൻ സഹായിക്കും. മനസ്സിലായില്ല? ഈ സിഫോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഫംഗസ് ആണ്. നമ്മുടെ ചില ഓർഗൻസിലൊക്കെ ഇത് കയറി പിടിക്കും, ഫംഗസ് കയറി പിടിക്കും. അതിന്റെ കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ ശരിയല്ല. നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കും, കൂടുതൽ
പൊരിച്ച പലഹാരങ്ങൾ കൂടുതൽ കഴിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ മയോണൈസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുടലിൽ പുണ്ണ് വരൂട്ട, കുടലിൽ നമുക്ക് ഫംഗസ് വരൂട്ട. കുടലിൽ ഫംഗസ് വരുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ അറിയോ നിങ്ങൾക്ക്? കുടലിൽ ഫംഗസ് വരുന്ന ആളുകൾക്ക് നമ്മുടെ നാവുമ്മല് കംപ്ലീറ്റ് പൂപ്പായി ഉണ്ടാവും, പൂപ്പല്. ഈ പറയുന്ന അകത്തുള്ള സിഫോ എന്ന് പറയുന്ന ആ വൈറസ്, ആ ഒരു സംഭവം നമ്മുടെ നാക്കുമ്മൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവരുടെ കാലിന്റെ നഖങ്ങൾ മുറിഞ്ഞു മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ ലിവറിന് ഫങ്ഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഈ സിഫോ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇതിനകത്തുണ്ടെങ്കിൽ. അപ്പോ അതിനെ ക്ലെൻസ് ചെയ്ത് കളയാനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട്, ഞാൻ അപ്പൊ പറയാം. അപ്പോ ഈ സിഫോ എന്ന് പറയുന്ന സംഭവം പുറത്തേക്ക് പോകണം. ഇതല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലേറ്റ് കോശങ്ങൾക്ക് ദോഷം ചെയ്യും. സിഫോ കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് ക്യാൻസർ വരാൻ കൂടുതൽ സാധ്യത എന്നാണ് സയൻസ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കുടലിൽ ഫംഗസ് ഇല്ലാതിരിക്കാനുള്ള രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കഴിക്കണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യും. അതിനൊന്ന് സിസ്റ്റം ഉണ്ട് പ്രധാനപ്പെട്ട ആ ഹ്യൂമൻ ബോഡിക്ക്, ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് കറക്റ്റ് ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലിന്റെ, അതായത് എല്ലാ അവയവങ്ങൾക്കും മസിലുകളുണ്ട്. മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് 800ഓളം മസിലുകൾ ഉണ്ട്. ഈ കാണുന്ന ഒരു ശരീരത്തിനകത്ത് 800ഓളം മസിലുകൾ ഉണ്ട്. നമ്മൾ കാണുമ്പോ കൈമ മാത്രം കാൽമ മാത്രമല്ല, 800ഓളം മസിലുകൾ. ഈ മസിലുകൾക്കൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. ഓക്സിജനേറ്ററും വാട്ടറും നല്ല ന്യൂട്രീഷൻസും, അതായത് ക്വാളിറ്റി ഉള്ള ന്യൂട്രീഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മ ഇന്ന് കഴിക്കുന്ന ചോറും മീൻകറിയും ഇറച്ചിയും കാര്യങ്ങളും പൊറോട്ടയും ഒന്നും അല്ല കേട്ടാ, ഈ മയോണൈസും ഒന്നുമല്ല. അപ്പോ അങ്ങനെ നമ്മുടെ കുടലിനെ കറക്റ്റ് ആയിട്ട്, കുടല് നന്നായാലും ഉടല് നന്നായെന്നാണ് പഴയ കാരണന്മാര് പറഞ്ഞിരുന്നത്. അത് സത്യമാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ കുടലിൽ നിന്നാണ് നമുക്ക് അസുഖങ്ങളുടെ തുടക്കം വരുന്നത്. 60% അസുഖങ്ങൾ വരുന്നത് കുടലിൽ നിന്നാണ് നമുക്ക്. അപ്പൊ നമ്മുടെ കുടലിനെ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ദിവസേന നമ്മൾ ഈ വെള്ളം, ഒരു വ്യക്തിയുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കണം. അത് വെള്ളം കുടിക്കുമ്പോൾ ഒരു കാര്യം വേണം, എല്ലാവരും ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുമ്പോൾ 1 ലിറ്റർ വെള്ളമൊന്നും ആയിട്ട് കുടിക്കരുത്. വെള്ളം നമ്മളൊരു 200 300 മില്ലി വെള്ളം നമുക്ക് വെളുപ്പിന് കുടിക്കാം, രാവിലെ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സിപ്പായിട്ട് 1 ഗ്ലാസ് വെള്ളമോ നമുക്ക്, അപ്പൊ നമ്മളെ കൂടെ ഈ വെള്ളം കുപ്പി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? ഫീൽഡിലൊക്കെ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ആ വെള്ളത്തിന് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സോഡിയത്തിന്റെ അളവിനെ കറക്റ്റ് ചെയ്യും. നമ്മൾ അമിതമായിട്ട് വെള്ളം ഒറ്റ അങ്ങോട്ട് മോദി കുടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എപ്പോഴും മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഡിയത്തിന്റെ അളവ് കുറയും, പൊട്ടാഷ്യത്തിന്റെ അളവ് കുറയും. അങ്ങനെ വരുമ്പോ പണി 8 കിട്ടും. അപ്പൊ വെള്ളം ഒന്നിച്ചാരും കുടിക്കരുത്. ഓരോരുത്തർക്കും ഓരോ സന്ദർഭം, ആഴ്ചയിലും വെള്ളം കുടിക്കാം. അതേപോലെ തന്നെയാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഉമിനീര് ഗ്രന്ഥി, ഒട്ടുമിക്ക ആളുകൾക്ക് ഒരു പ്രോബ്ലമാണ്. കുറച്ച് സംസാരിക്കുമ്പോൾ തൊണ്ട വരണ്ടു പോകും. നാവിനൊരു ഒരു പ്രശ്നം വരുന്നതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഉമിനീര് ഗ്രന്ഥിക്ക് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ഇതിൽ പറഞ്ഞ സമയത്ത് ഇത് വലിയുന്നത്, തൊണ്ട ഡ്രൈ ആവുന്നുള്ളതാണ്. അത് ഉമിനീര് ഗ്രന്ഥിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടാണ്. ആ ഇൻഫ്ലമേഷനെ ഈ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ക്ലെൻസ് ചെയ്ത് കളയാൻ സഹായിക്കും. അങ്ങനെ വരുമ്പോ നമ്മൾ ഇതിന്റെ ഡോക്ടറെ പോയി കണ്ട് അവര് തരുന്ന മരുന്ന് കഴിച്ച് പിന്നീട് അതിന് ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ സഹായിക്കും. അപ്പോ കുടലിന്റെ മൂവ്മെന്റ് കറക്റ്റ് ചെയ്യും നമ്മളെ ഈ പറയുന്നത് തന്നെ. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ലിവറിനെ വാഷ് ഔട്ട് ചെയ്യും. ലിവറിനെ, അതായത് നല്ല വെള്ളമൊഴിച്ച് നല്ല മുതലാണ് ചെല്ലുന്നത്. ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിവറിന്റെ ഒരു സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മുടെ ലിവർ 500-ൽ പരം ഫങ്ഷൻ നടത്താണ്ട് ശരീരത്തിനകത്ത്. മനസ്സിലായിട്ടുണ്ടോ? ഇതിനൊക്കെ ലിവറിന് നല്ല ആരോഗ്യം ഉണ്ടാവണം. ലിവർ അതായത് 20% കൂടുതൽ ലിവർ ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല. 20% ഏത് മനുഷ്യനും ഉണ്ടാവുന്നതാണ്. ഇപ്പൊ പുകവലിക്കാത്തയും മദ്യപിക്കാത്തയും വെജിറ്റബിൾ കഴിക്കുന്ന ആളുകൾക്ക് വരെ ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള സാധനം നമ്മൾ പുറത്തുനിന്ന് വലിച്ചു കയറ്റുന്നുണ്ട്. അതുകൊണ്ട് 20% ലിവർ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതൊരു അസുഖമല്ല, പക്ഷെ അത് ഗ്രേഡ് 1 ആണ്. ഗ്രേഡ് 2ലേക്ക് വരുമ്പോഴാണ് നമ്മൾ ലിവർ സിറോസിസ് എന്ന ആ പേര് ഓമന പേരിട്ട് വിളിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാത്ത അന്യ ചായങ്ങളും കളറുകളും കൂട്ടിയ സാധനങ്ങളൊക്കെ പോണോടത്തുനിന്നൊക്കെ മേടിച്ച് കഴിച്ച് കുട്ടികൾക്കും കൊടുത്ത് പേരക്കുട്ടികൾക്കും കൊടുത്ത് ഇത്
ലാസ്റ്റ് വരുമ്പോ നമ്മൾ ഉണ്ടാക്കി കൊടുത്തോളം കാശ് മരുന്ന് മേടിക്കാൻ ആശുപത്രി പോരാതെ വരും. അവസാനം കിടക്കുന്ന ഭൂമി വീടും വിൽക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തിനാണ് മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ പോരെ? ഒരു മനുഷ്യന് ഒരു ദിവസം 2000 കലോറി മതി ഒരു പുരുഷന്. 2000 കലോറി എന്ന് പറയുമ്പോ ഒരു ചാക്കൊന്നുമില്ല, ഒരു കൊട്ടയൊന്നുമില്ല, കലോറിയാണ് ഈ പറയുന്നത്. നമ്മുടെ അകത്തേക്ക് ഇതിനകത്തു നിന്നുള്ള ഊർജ്ജമാണ് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള 78ഓളം ഇന്റേണൽ ആയിട്ട് മെച്ചങ്ങളായിട്ടുള്ള ഓർഗൻസിന്റെ ഭക്ഷണം. അത് അതിൽ നിന്ന് കിട്ടും. അത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കാം നമ്മള്. ഈ പൊറോട്ട പോലത്തെ സാധനം, പൊറോട്ട ഇറച്ചിയൊക്കെ തിന്ന വല്ലപ്പോഴും, ഡെയിലി ആവരുത്. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായ ഒരു സാധനമാണ് മൈദപ്പൊടി. അതുകൊണ്ടുണ്ടാക്കുന്നതാണ് കേക്ക് ഐറ്റംസുകൾ, ബേക്കറി ഐറ്റംസുകൾ. ഇതൊക്കെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. എന്ന് വെച്ചിട്ട് ഒരിക്കലും തിന്നണ്ടെന്നല്ല. ഇടയ്ക്കൊക്കെ നമുക്കത് കഴിക്കാം. ഇപ്പൊ ബിരിയാണി ആയാലും കുഴിമന്തി ആയാലും നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ നമുക്ക് കഴിക്കാം. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആക്കരുത്. നമ്മള് ഇടവിട്ട് കഴിക്കണം. അതായത് പ്രോട്ടീൻ എന്ന സാധനം ഒരു 60 മില്ലി മതി നമുക്ക് ഒരു ദിവസം ശരീരത്തിനകത്ത്. കണ്ടമാനം പ്രോട്ടീൻ ഒന്നും വേണ്ട. മനസ്സിലായിട്ടുണ്ടോ? ഒരു കോഴിമുട്ട, ഒരു നാടൻ കോഴിമുട്ട ബ്രോയിലർ കോഴിയല്ല, നാടൻ കോഴിമുട്ട ഒരെണ്ണം കഴിച്ചാൽ 6 കലോറി ഉണ്ടാവും അതിനകത്ത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അത് ഒരു 2 മുട്ട കഴിച്ചാൽ മതി ഒരു ദിവസം. ഒരു 5 10 കഴിക്കാൻ നിൽക്കണ്ട. ഒരു ഈന്തപ്പഴം, ഇതൊന്നും നമുക്ക് കഴിക്കാനും നേരം ഉണ്ടാവൂല. നമുക്ക് ടേസ്റ്റ് ഉള്ള, നാവിന് ടേസ്റ്റ് ഉള്ള ഭക്ഷണം, അതായത് ശരീരത്തിന് വേണ്ടാത്ത, ശരീരത്തിന് രോഗം അതായത് കടന്നുകൂടുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുക. എന്നോട് നിങ്ങൾക്ക് വെറുപ്പൊന്നും തോന്നരുത്. ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊന്നും കഴിക്കാത്തതിന്റെ പേരിലാണ് ഇത്രയും ഞാൻ കോൺഫിഡൻസ് കൂടി പറയാൻ കാരണം. എന്നാൽ ഞാൻ കഴിക്കുന്ന നെയ്ച്ചോറ് ഇറച്ചി ബിരിയാണിക്ക് വല്ലപ്പോഴും 1 മാസം 2 മാസം ഒക്കെ എത്തുമ്പോൾ ഒരു ദിവസം കഴിച്ചിരിക്കും. അത് വയറ് നിറച്ച് കഴിക്കില്ല. രാത്രി കഴിക്കില്ല ഞാൻ. അത് പകലാ കഴിക്കുള്ളൂ. അത് തൈര് കൂട്ടിയ ഒരു പരിപാടിയേ ഇല്ല. തൈര് നമുക്ക് വെറുതെ നമുക്ക് ഉപയോഗിക്കാം. തൈര് നെയ്ച്ചോറ് ഇറച്ചി ബിരിയാണിക്കും നമ്മൾ തൈര് കുട്ടിയുള്ള സലാഡ് കഴിക്കാൻ പാടില്ല. അത് നേരെ വിപരീത ഫുഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മുടെ കുടലില് ഉത്ഭവിക്കും. ഷിഫ എന്ന് പറയുന്ന വൈറസ് ഉണ്ടാവും. ആ വൈറസിനെ കളയാനായിട്ടൊക്കെ കുറെ മരുന്ന് കഴിക്കേണ്ടി വരും. പോയിട്ട് അപ്പോഴത്തെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള മറ്റുള്ള ഓർഗൻസിനൊക്കെ അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി വരും. അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മുടെ കുടലിനെ ക്ലെൻസ് ചെയ്യും, നമ്മുടെ ബ്ലഡിനെ ക്ലെൻസ് ചെയ്യും, ബ്ലഡിൽ ഓക്സിജൻ ഉണ്ടാക്കി തരും, നമ്മുടെ മെമ്മറിക്ക് വളരെ ഗുണം ചെയ്യും. നമ്മുടെ മെമ്മറിക്ക് വേണ്ടുന്ന ഓക്സിജൻ എത്തിച്ചു കൊടുക്കും കറക്റ്റ് ആയിട്ട്. നമ്മൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഓക്സിജന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്ത് 95% ഓക്സിജൻ ലെവൽ ഉണ്ടെങ്കിൽ അതിൽ 25%, 20% കൂടുതൽ തലച്ചോറിന് വേണം. തലച്ചോറിന് അത് കിട്ടില്ലെങ്കിൽ തലച്ചോറ് അതിൻ്റെതായിട്ടുള്ള പരിപാടി നമുക്ക് തരും. നമ്മള് നേരത്തെ സാഗർ ജോഷി സാറ് പറഞ്ഞ പോലെ തന്നെ ഡോപ്പോമ, അതേപോലെ തന്നെ ഇയർ ബാലൻസ്, മൈഗ്രെയിൻ, ഓർമ്മക്കുറവ്, ഡെമൻഷ്യ, ഡിപ്രഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടിട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഓക്സിജൻ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കുന്നതാണ്. 99% അസുഖങ്ങൾക്കും മൂല കാരണക്കാരനായിട്ടുള്ളത് ഓക്സിജനാണ്. ഓക്സിജൻ ബോഡിക്ക് കിട്ടണം. നമ്മളതിന് എന്താണ് വേണ്ടത്? നമ്മുടെ ലങ്സ് ക്ലീൻ ആയിരിക്കണം. ലങ്സ് ക്ലീൻ ആക്കാൻ ഒരു മരുന്ന് അലോപ്പതിയിലോ ആയുർവേദത്തിലോ ഒന്നും ഇല്ലാട്ടോ. അത് ഞാൻ ഡോക്ടർമാരും തെറ്റിദ്ധരിക്കണ്ട. അത് സത്യമാണ് പറയാൻ കാരണം. ശ്വാസം മുട്ട് വന്നിട്ടുള്ളവരൊക്കെ ശ്വാസം മുട്ടി മരുന്ന് കഴിച്ച് മരിച്ചിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? എന്റെ ഫാമിലിയിൽ ഇഷ്ടംപോലെ ആളുണ്ടായിട്ടുണ്ട്. ഈ ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നില്ല. 4 അറകളാണ് ഇതിനകത്ത്. ഈ അറകളിൽ 2 നമ്മൾ വലിച്ചിങ്ങോട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് അകത്തേക്ക് ചെല്ലുമ്പോ ഇത് വികസിക്കണം. ഇത് വികസിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ലെവല് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് വികസിക്കൂല. ഇംപ്ലിമേഷൻ ഉണ്ടായിരിക്കും. ഇംപ്ലിമേഷൻ സ്റ്റോർ ആയിരിക്കുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ഈ സാധനം വലിച്ചെടുത്തിട്ട് ഇതിനെ ക്ലെൻസ് ചെയ്ത് പ്രാണവായുവിനും ബ്ലഡിലേക്ക് ഡൈലൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള കാർബൺസൈഡും കാർബൈഡും മറ്റുള്ള പൊടിപടലങ്ങളും പുറന്തള്ളിക്കളയാൻ 2 വേറെയുണ്ട്. ഇതും വികസിക്കണം. ഇത് വികസിച്ചില്ലെങ്കിലാണ് ഇത് രണ്ടും വികസനം കുറയും. അതായത് ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 തൊട്ട് 16 ഒരു മിനിറ്റിൽ 16 പ്രാവശ്യം നമ്മ ശരിക്കും നല്ല ആരോഗ്യമുള്ള ലങ്സ്, നല്ല പവറുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മസിലുകളിലെ നല്ല പ്രവർത്തനം നടക്കുന്ന സംഭവമാണെങ്കിൽ നമ്മുടെ ഇത് നല്ല ആരോഗ്യമുള്ള ലങ്സാണ്. 16 പ്രാവശ്യം നമുക്ക് ശ്വസിക്കാൻ ഒരു മിനിറ്റിൽ സാധിച്ചെങ്കിൽ നമ്മുടെ ലങ്സ് നല്ല ആരോഗ്യമുള്ള ലങ്സാണ്. നല്ല ജിമ്മാൻകുട്ട പോലെ തന്നെ. മനസ്സിലായിട്ടുണ്ടോ? അതല്ല അതിൽ താഴേക്ക് പോകുന്നു. 12 കുറയാൻ പാടില്ല. 12 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പരിപാടി 8ന്റെ പണിയാണ്. പിന്നെ അതിന് കിട്ടുന്നതാണ് ഇൻഹീലറ്.
അകത്തേക്ക് ഇതിനെ അടിച്ചു വിടുന്ന സാധനം. ഇത് കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പറ്റിപ്പിടിക്കും. ഇതിനകത്ത് ചെറിയൊരു അംശം പറ്റിപ്പിടിക്കില്ലെങ്കിൽ അതിന്റെ കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. കട്ടി കൂടിക്കൊണ്ട് ലാസ്റ്റ് ശ്വാസം മുട്ടി, പിന്നെ ശ്വാസം കിട്ടാതെ വരും. പിന്നെ ഓക്സിജൻ സിലിണ്ടർ വെക്കേണ്ടി വരും. നമ്മൾ കണ്ടതല്ലേ കൊറോണ സമയത്ത്. പിന്നെ എന്റെ മകളുടെ അമ്മായി നമുക്ക് ഉണ്ടായിരുന്നു ഈ സംഭവം, മനസ്സിലായിട്ടുണ്ടോ? ഈ സാധനം വെച്ച് ഇങ്ങനെ കിടന്നിരുന്നാണ് ആ വ്യക്തി നമ്മള് പ്രോഡക്റ്റ് മാഗൻസിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 13-ന്റെ അന്ന് ഓക്സിജൻ സിലിണ്ടർ മുഖത്തെടുത്ത് മാറ്റി. എനിക്കുണ്ടായ ഒരു സന്തോഷം ആ സമയത്ത് സാഗർ ജോഷിനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് ശ്വാസം മുട്ട് മാറി എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ശ്വാസകോശം ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ ശ്വാസകോശത്തില് ഇംപ്ലിമേഷൻ പാടില്ല. ശ്വാസകോശത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും നമ്മൾ കൊടുക്കേണ്ട വരും. അല്ലാതെ വെറുതെ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രമൊന്നും കാര്യം നടക്കൂല, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് ക്ലീൻ ആവും, നമ്മുടെ തലച്ചോറിന് വളരെ ഗുണം ചെയ്യും, നമുക്ക് നല്ല മെമ്മറി ക്ലാരിറ്റി ഉണ്ടായിരിക്കും, നമ്മുടെ യൂറിനറി പ്രോബ്ലംസ് ഒട്ടുമിക്ക ആളുകൾക്കുണ്ട്. ഇതിനെ കറക്റ്റ് ചെയ്യും. എവിടെയൊക്കെയോ ഇൻഫർമേഷൻ ഉണ്ടോ ഈ ഇൻഫർമേഷനെ ക്ലൻസ് ചെയ്ത് പുറന്തള്ളി കളയും. അപ്പൊ അവയവങ്ങൾ കറക്റ്റ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ ലേഡീസിനുള്ള PCOD പ്രോബ്ലംസ്. ഇതിനെ കറക്റ്റ് ചെയ്യും. ഇതൊക്കെ അനുഭവങ്ങളുടെ ഒരു പറയുന്നതാണ്ടാ. എന്റെ മേഖലയിൽ ഇതിനകത്ത് വന്നിട്ട് എനിക്കുണ്ടായ അനുഭവം, ഇതെല്ലാവർക്കുള്ള അനുഭവം ഓരോരുത്തർക്കും പറയാനുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് യൂട്രസിൽ സിസ്റ്റുകളുള്ള ആളുകൾക്ക്. യൂട്രസിന്റെ കാര്യം പറഞ്ഞാല് യൂട്രസ് ഒരു സ്ത്രീയുടെ ശരീരത്തിനകത്ത് 60% കൂടുതൽ കാര്യങ്ങൾ നേടിയിരിക്കുന്ന യൂട്രസ്റ്റാ. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാ. ഒരു സ്ത്രീ ഗർഭിണി ആയി കഴിഞ്ഞാൽ ഈ ഗർഭാവസ്ഥയിൽ നമ്മൾ 9 മാസവും 9 ദിവസവും 9 വിനാഴികയുടെ മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ അമ്മമാർ പ്രസവിച്ചിരുന്നത്. ആ കാലയളവ് ഒരേ കുട്ടിയുടെ വളർച്ച അനുസരിച്ച് അന്നത്തെ കുട്ടികൾക്ക് 3.5 കിലോ 4 കിലോ 4.25 കിലോ 4.5 കിലോ വരെ വെയിറ്റ് ഉണ്ടായിരിക്കും. ഈ കുട്ടികൾ ഇതിനകത്ത് ഒന്ന് ചിന്തിച്ചു നോക്കെ. ഇതിന് വികസിക്കാൻ ഒരു കഴിവ്, ഒരു ഓട്ടോമാറ്റിക്കൽ സിസ്റ്റം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ വളർച്ച അനുസരിച്ച് യൂട്രസ് അങ്ങോട്ട് വികസിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതാണ് ഒരു ലീലാവിലാസം, നമ്മുടെ മനുഷ്യദേഹത്തിന്റെ ലീലാവിലാസം, മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ആ പ്രസവം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ചുരുങ്ങി നേരത്തെ സ്ഥാനത്തേക്ക് വരും. ഇതാണ് മനുഷ്യ ശരീരം. അപ്പോ നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ കുടിച്ചാൽ ലേഡീസിന്റെ യൂട്രസിനെ സംരക്ഷിക്കാൻ സാധിക്കും, മനസ്സിലായില്ലോ? യൂട്രസ് എന്ന് പറഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേഡി പിന്നെ നിത്യരോഗിയാണ്. കാണുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനോ സ്വസ്ഥമായിട്ടൊരു ഒരു ഹാപ്പിനെസോട് കൂടി ജീവിക്കാനോ ഒരു ഭാര്യ ഭർത്താവ് മക്കളായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. ദേഷ്യമായിരിക്കും അവരിക്കുന്നതാണ്. ബോഡിക്ക് എപ്പോഴും ടെമ്പറേച്ചർ ആയിരിക്കുള്ളൂ, മനസ്സിലായിട്ടുണ്ടാ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാനൊക്കെ നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ വളരെ ഗുണം ചെയ്യുന്നുള്ളതാണ്. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ്, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ മാഗ്നറ്റൈസർ വാട്ടർ കൊണ്ട് നമുക്ക് യൂട്രസിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഈ PCOD പ്രോബ്ലംസിനെ കറക്റ്റ് മൊത്തത്തിലുള്ളതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് മലബന്ധമുണ്ടെങ്കിൽ, മലബന്ധം മൂലക്കുരു എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പൊ ഭയങ്കര ഷെയ്മ, ഫിസ്റ്റുല, അക്സസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പേര് വിളിക്കാൻ ഭയങ്കര മൂലക്കുരുവാണ്. എന്താണ് സംഭവം? നമ്മള് വേണ്ടാത്ത സാധനമൊക്കെ വലിച്ചു കയറ്റി ഇതൊരു വലിയ സെപ്റ്റിക് ടാങ്കാണിത്, മനസ്സിലായിട്ടുണ്ടാ? ഒരു വലിയൊരു സെപ്റ്റിക് ടാങ്കാണിത്. ഇതിനകത്ത് നിരവധി എൻസൈമുകൾ ഉത്പാദനം നടക്കുന്നത്, കെമിക്കലുകള്. എന്താ പറയുക ഇതിനെ പറ്റി നമ്മള് പറയാൻ നിന്ന് കഴിഞ്ഞാല് ഒരു ദിവസം പറഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു അക്ഷത്തെത്തൂല എന്നുള്ളതാണ്, മനസ്സിലായിട്ടുണ്ടാ? അപ്പോ ഇതിനകത്ത് നിരവധി, അപ്പൊ നമ്മള് ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആവശ്യത്തിന് കഴിക്കുക, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഫൈബർ അടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈബറിന് വേണ്ടി പുറത്തൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സവാള, ഉള്ളി, ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുക. ഇഞ്ചി ഉപയോഗിക്കുക, നമ്മൾ വീട്ടിലൊക്കെ ഇഞ്ചിയൊക്കെ ഉപയോഗിക്കണം. ഇഞ്ചി, അതേപോലെ തന്നെ മറ്റുള്ള ഈ എരിവുള്ള മുളകൊക്കെ കുറച്ചുകൊണ്ട് ഇഞ്ചി, കുരുമുളക് ഇതൊക്കെ നമ്മൾ കൂടുതൽ കറിയിൽ ചേർക്കുക. വെളുത്തുള്ളി ബെസ്റ്റ് മുതലാണ്, ബെസ്റ്റ് സാധനമാണ്. വെളുത്തുള്ളിയിലാണ് നമുക്ക് ഏറ്റവും ഗുണമുള്ള ഒരു സംഭവമുണ്ട്. എല്ലസിൻ എന്ന് പറയുന്ന ഒരു ഓക്സിജൻ പോലത്തെ സാധനമുള്ളത് എല്ലസിൻ, മനസ്സിലായിട്ടുണ്ടാ? എല്ലസിൻ വേറെ, എല്ലോക്സിൻ വേറെ. എല്ലോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ മൈദപ്പൊടി ആവാൻ വേണ്ടി കൂട്ടുന്ന സാധനത്തിന്റെ പേരാണ്ടാ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അത്. അപ്പൊ എല്ലസിനും എല്ലോക്സിനും വെവ്വേറെയാണ്. എല്ലസിൻ എന്ന സാധനം വെളുത്തുള്ളിയിലുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ചീര, ഇലക്കറികള്,
വാഴപ്പിണ്ടി, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കണം, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ കുടലിന്റെ ആ ക്ലീനിങ് നടക്കുള്ളൂ. അതല്ലാതെ വെറുതെ മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഇങ്ങനെ സ്ഥിരം കഴിച്ച് വരുമ്പോൾ ഈ സാധനം പോകൂല. 1 കിലോ ഭക്ഷണം ഒരു ദിവസം ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ 900 ഗ്രാമോളം വേസ്റ്റ് പുറന്തള്ളണം. 100 ഗ്രാം മതി. 100 ഗ്രാമാണ് അതിനകത്ത് നമുക്ക് വേണ്ടത് ന്യൂട്രീഷൻസ് ഉള്ളത്. ഈ ന്യൂട്രീഷൻസ് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ പ്രവർത്തനത്തിനും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ പ്രവർത്തനത്തിനും ഒക്കെ ഇത് ഉപകരിക്കും. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് കുറെ വസ്തുക്കൾ ഉണ്ടാക്കണം. അതിനുള്ള ഫാക്ടറികളുണ്ട്. 78ഓളം ഓർഗൻസ് എന്ന് പറഞ്ഞില്ലേ. ഇത് നമുക്ക് ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് മാത്രം നമുക്ക് കേട്ടിട്ടുള്ളൂ. ഇതല്ല, ആസിഡ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, അത്യന്താക്ഷര ആസിഡ്, സോഡിയം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, പൊട്ടാഷ്യം, ആൽക്കഹോൾ, ഫ്ലൂയിഡ്, അങ്ങനെ നിരവധി എൻസൈമുകൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. അവരൊക്കെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള വസ്തുതകള് നമ്മൾ പുറത്തുനിന്ന് കൊടുത്തെങ്കിലാണ് അവർ കറക്റ്റ് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയാലാണ് ദൈവം തന്നിട്ടുള്ള ആയുസ് നമുക്ക് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ച് സന്തോഷിച്ച് മരിക്കാൻ പറ്റാവുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാല് നമ്മുടെ കുടലിനെ ക്ലീൻ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ ഈ മൂലക്കുരുവിന് ഉണ്ടാവുന്ന കാരണങ്ങൾ വർഷങ്ങളോളം പിടിച്ചിട്ടാണ് നമുക്ക് മൂലക്കുരു ആവുന്നത്. അല്ലാതെ ഒരു ദിവസം 2 ദിവസം അല്ല. എന്ത് അസുഖത്തിനും കുറച്ച് ടൈം ഉണ്ട്. നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, നമ്മളത് അറിയില്ല. മനസ്സിലായിട്ടുണ്ടോ? നമ്മ ശരിക്കും പറഞ്ഞ ഒരു ഇടി കിട്ടുമ്പോൾ അറിയുള്ളൂ. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അല്ലാത്തത് നമ്മള് നോ പ്രോബ്ലം എന്ന് പറഞ്ഞാണ്ട് മുന്നോട്ട് അങ്ങോട്ട് നയിച്ചുകൊണ്ടേ പോകും. അപ്പോ ഇതാണ് മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിച്ചാലുള്ള ഒരു ഗുണം. നമ്മുടെ മൂലക്കുരു പോലത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ അതിനൊക്കെ ക്ലെൻസ് ചെയ്ത് അതിന്റെ കാരണത്തെ നമ്മൾ കാരണത്തെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. മെഡിസിൻ ചെയ്യുന്നത് അലോപ്പതി, ആയുർവേദം ഒക്കെ ഹോമിയൊക്കെ ചെയ്യുന്നത് ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതിനാണ്. നമ്മ കാരണത്തെയാണ്, ലക്ഷണത്തെ അല്ല ചികിത്സിക്കുന്നത്. നമ്മളെ പ്രവൃത്തി ചെയ്യുന്നത് ലക്ഷണത്തെ അല്ല, കാരണത്തെയാണ്. ആ കാരണത്തെ, അതായത് ആ ഓർഗൻസിന് പ്രവർത്തിക്കാൻ ആരോഗ്യം വെപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ പരിപാടി. അതല്ല. അപ്പൊ ഇത്രയും വസ്തുക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ബോഡിക്ക് വേണ്ടുന്നതായിട്ടുള്ള പ്രതിരോധ ശക്തി ഉണ്ടാവണം. നമ്മുടെ ബോഡിയിൽ ഒരു ഓരോ ഡെവലപ്പ് ചെയ്ത് നിൽക്കണം. എങ്കിലും ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ല, ഉൽപാദനമൊക്കെ കുറയുമ്പോൾ നമുക്ക് അതാണ് ചെറുപ്പത്തിലേ തന്നെ നമുക്ക് വയസ്സായ പോലെയൊക്കെ തോന്നുന്നതും. മനുഷ്യന്റെ ആരോഗ്യം പരിപാലിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു കിലോമീറ്റർ നടക്കേണ്ട വന്നാൽ നമ്മൾ ഒരാളെയും ഒന്നും കൂശാതെ നടക്കാൻ സാധിക്കണം. നടത്തൊക്കെ ആളുകൾ കുറവാണെന്ന്. നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാഫ് മസിലൊന്നും പ്രവർത്തിക്കൂല. മനസ്സിലായിട്ടുണ്ട? രാവിലെ തന്നെ എഴുന്നേറ്റ് വണ്ടിമ കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് എഗ് മസിലും കാഫ് മസിലും പ്രവർത്തിക്കൂല. മനസ്സിലായിട്ടുണ്ട? നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ പറ്റൂല. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ഒന്ന് ആക്റ്റീവായി നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ട? അപ്പൊ നമ്മുടെ കാഫ് മസിലാണ്. കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ മുട്ടിന് താഴെയായിട്ട് നമ്മുടെ ആ മസിലിന്റെ അകത്താണ് ഈ 2 മെഷീൻ ഇരിക്കുന്നത്. നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്ത് വിടുന്ന ബ്ലഡിനെ തിരിച്ച് മേലോട്ട് പമ്പ് ചെയ്യാൻ മുപ്പനാസിഡിച്ച് 2 ഹാർട്ടാണിത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ എഴുന്നേറ്റ് നടക്കണം. എങ്കിൽ അത് ആക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കാലുവേദന ഒക്കെ കൂടും. കാലുവേദന വേറെ, തരിപ്പ് വേറെ, മുട്ടുവേദന വേറെ. ഈ കാലുവേദന, തരിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേഷനില്ല, കാഫ് മസിലിന്റെ താഴെ എന്നുള്ള സംഭവങ്ങൾ കീഴോട്ട് ബ്ലഡ് ചെല്ലുന്നില്ല, ഓക്സിജനും ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് തരിപ്പ് വന്നാൽ ശ്രദ്ധിക്കണം. തരിപ്പ് കാലിൽ വന്നാലും ശരിയാണ്. കാലോ കയ്യോ ധരിക്കുന്നുണ്ടോ, നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ഉണ്ടായിരിക്കും. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ കൈതരിപ്പോ നമുക്ക് അങ്ങനെയുള്ള കൈതരിപ്പൊക്കെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഹോസ്പിറ്റൽ പക്ഷെ നമ്മൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മുതലുണ്ട്, നമ്മൾ പരിപാലിക്കാനായിട്ട്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ അവരോട് നമുക്ക് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന നിരവധി ഗുണങ്ങൾ. വെരിക്കോസ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. വെരിക്കോസ് ആർക്കെങ്കിലും മാറണുണ്ടാ? ഇതിപ്പോ എന്റെ അയൽവക്കത്ത് 2 വീടിനപ്പുറം ഒരു വെരിക്കോസിന് ഓപ്പറേഷൻ ചെയ്ത വ്യക്തിയാണ്. ഇന്നലെ മരിച്ചു. അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് പിന്നെ ഹാർട്ട് കംപ്ലൈന്റ് ആയി, കിഡ്നി കംപ്ലൈന്റ് ആയി. തൊമ്മിച്ചേട്ടൻ എന്ന് പറയും. നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു എന്നെ കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് നിരസിച്ചു. മരിച്ചിട്ട് പറയുന്നല്ല കേട്ടാ. പക്ഷെ അദ്ദേഹത്തിന് അന്നത് ഉപയോഗിക്കാൻ തോന്നിയിരുന്നാണെങ്കിൽ വെരിക്കോസ് മാറിയാണെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല. അപ്പോ ചിലപ്പോ ദൈവം ആയുസ് കൂട്ടി കൊടുത്താനേ ഇരുന്നു.
മനസ്സിലായോ? അപ്പോ അതാണ് നമ്മുടെ ഈ പ്രവൃത്തി പറയുമ്പോ ആളുകളുടെ ഒരു കുഴപ്പം. എനിക്കൊന്നുമില്ല, ഞാനിതൊന്നും അംഗീകരിക്കില്ല, എനിക്കെല്ലാരും അറിയാം, രാജ്യത്തുള്ള എല്ലാ കാര്യവും എനിക്കറിയാം, ഞാനാണ് വലിയ ആള് എന്നുള്ള അഹംഭാവം നിരവധി ആള് കാണിക്കാറുണ്ട്. പക്ഷെ നമ്മ അവിടേക്കൊന്നും പോകണ്ട. നമ്മ നേരത്തിൽ പറയുക, ദൈവവിളിയുള്ളവൻ മരിച്ച് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ, ആണായാലും പെണ്ണായാലും. അപ്പോ മാഗ്നറ്റിസം വാട്ടർ ഒരു ശരീരത്തിനകത്ത് നിരവധി കാര്യങ്ങൾ നമ്മൾ സർക്കുലേഷൻ പ്രോപ്പറാക്കാൻ, നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളെ ദിവസങ്ങൾ ക്ലീൻ ചെയ്യാൻ, ഈ 1.5 മിനിറ്റ് കൊണ്ട് 1.5 ദശലക്ഷം കിലോമീറ്റർ വിട്ട് സഞ്ചരിക്കാനുള്ളൊരു ഒരു പ്രതിഭാസമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്, ഒരു സംഭവമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് അസുഖങ്ങളിൽ നിന്ന് മോചനം കിട്ടിയാണ്. മരുന്ന് ഡോക്ടർമാര് കുറച്ച് മരുന്നില്ലാത്തൊരു ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ മാഗ്നറ്റിസിൽ വാട്ടർ കുടിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് മുടി കൊഴിഞ്ഞു പോവൂല. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ എന്താ പറയാ, ആണുങ്ങൾക്കുള്ള ഒരു സംഭവമാണെന്ന് പ്രത്യുൽപാദനക്കുറവ്. ഇന്നത്തെ യുവതലമുറക്കൊക്കെ അത് വലിയ ഇഷ്യൂ ആണെന്നുള്ളതാണ്. അപ്പോ ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഗട്ട്, അതായത് കുടലിന്റെ ഒരു ഭാഗത്തിന്റെ പേരാണ് ഗട്ട് എന്നുള്ളത് വരുന്നത്. ഇത് നമ്മുടെ തലച്ചോറും നമ്മുടെ ലിവറും കൂടിയാണ് ഇവിടെ ഈ സാധനത്തിന്, തലച്ചോറിന്റെ ഒരു ഹോർമോണാണിത്. പക്ഷെ ഗട്ടിന്റെ ഒരു സഹായം വേണം ലിവറിന്റെ. അങ്ങനെയാണ് ഈ സാധനത്തിന്റെ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ ഉത്പാദനം കുറവാണ് ആളുകൾക്ക്. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു സംവിധാനം ഡോക്ടർ നാഗർ ജോഷി സാർ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ഗുണങ്ങൾ മാഗ്നറ്റിസം വാട്ടർ കൊണ്ട് നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇത് കൂടാതെ നമുക്ക് 2 പ്രോഡക്റ്റ്, ഒരു പില്ലോ കാണുന്നില്ലേ, ഒരു പില്ലോ, ഒരു മാട്രസ്. ഇതൊരു സിംഗിൾ ആണിത്, 6x3. ഇതൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കിടക്കാനായിട്ട്. 2 വ്യക്തികൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയതായിട്ട് അത് അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ ഈ സാധനം മോശമായി പോകും. അപ്പൊ അത് പാടില്ല. ഇതൊരു വ്യക്തിക്ക് അത് സാഗർ സാറ് ഭയങ്കര ബുദ്ധിമാനാ. ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഇതെങ്ങനെ കിടന്നാലും ഇതിന്റെ മരണമാണ്. സൗത്ത് പോളും നോർത്ത് പോളും ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം അദ്ദേഹം ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ കഴിഞ്ഞാലും മറന്നാലും ഒരാളൊരു ദിവസം ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ 18, 19, 20 ആവശ്യം കഴിഞ്ഞ് മറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുള്ളൂ. എങ്ങനെ കഴിഞ്ഞാലും മറിഞ്ഞാലും നമുക്ക് ഈ സാധനം ശരീരത്തിനകത്ത് സ്പർശിക്കണം. അതിനാണ് അദ്ദേഹം അത് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ മാഗ്നറ്റ് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ചില ആളുകൾക്ക് ഇത് സംശയം നമ്മൾ വെച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. മനസ്സിലായിട്ടുണ്ട്? അതാണ് നിരത്തി വെച്ചേക്കല്ല, അദ്ദേഹത്തിന്റെ വിഷനനുസരിച്ചാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതില് നമുക്ക് കിടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങൾക്ക് നല്ല എനർജി കിട്ടും, നല്ല ഫുൾ കറണ്ട്, നല്ല ഫുൾ വോൾട്ടേജ് എന്ന് പറയും. നമ്മള് വീട്ടില് നല്ല വോൾട്ടേജ് എന്ന് പറയൂലേ, എന്ന് പറഞ്ഞ നല്ല വോൾട്ടേജ് കിട്ടും നമുക്ക്. മനസ്സിലായിട്ടുണ്ടോ? അതേപോലെ തന്നെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കലിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല കഴിവുള്ള വസ്തുവാണ് മാഗ്നറ്റിൽ കിടക്കുന്ന ശരീരത്തിന്. മനസ്സിലായിട്ടുണ്ടോ? അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ ഡെയിലി മരിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഈ സാധനം പുനർജനിക്കുന്നുണ്ട്. ഒരു കോശം ജനിച്ചാൽ 120 ദിവസം കഴിയുമ്പോൾ അത് മരണപ്പെടും. അതിന് പകരം നമുക്ക് വേറെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് റീജനറേഷൻ നടക്കുന്ന കോശങ്ങൾക്ക് നല്ല എനർജി ഉള്ള കോശങ്ങളാകുമ്പോൾ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിമ്മല് മരിച്ചു പോയിട്ടുള്ള കോശങ്ങൾ, അതിന് തൊഴിലാളികളാ, ഓരോ ഓർഗൻസിലും തൊഴിലാളികളാണ്. ഇപ്പൊ പാൻക്രിയാസിന് തൊഴിലാളികളില്ല, അതുണ്ടെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യൽ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ഇൻസുലിൻ പുറത്തുനിന്ന് കൊടുക്കണ്, ഷുഗറിന്റെ ഗുളിക, അതിന്റെ പ്രഷറിന്റെ ഗുളിക, അതിന്റെ തൈറോയിഡിന്റെ ഗുളിക. ആ ഓർഗൻ ആ ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ല, അതുപോലെ കോശങ്ങൾ മരിച്ചുപോയി, അതിന് വേണ്ടുന്ന ഓക്സിജനും ന്യൂട്രീഷനും കിട്ടിയില്ല, ബ്ലഡും കിട്ടിയില്ല. അപ്പൊ അതുപോലെ കോശങ്ങൾ മരിച്ചുപോയി, അതുപോലെ റീജനറേഷൻ നടക്കുന്നില്ല. എന്നാൽ റീജനറേഷൻ നടക്കുന്നുണ്ട് ബോഡിയിൽ, പല ഓർഗൻസുമ്മൽ വരുന്നില്ല. അതിനൊരു സംവിധാനം മെഡിക്കൽ സയൻസിലില്ല. അതായത് ഈ കാണുന്ന ഈ ലക്ഷണത്തെ വരുന്നിങ്ങനെ അടിച്ചമർത്തിയാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് അതല്ല, ആ ഓർഗൻസിനെ ആരോഗ്യം വെപ്പിക്കുകയാണ്. അതുപോലുള്ള തൊഴിലാളികളെ രണ്ടാമത് കൊണ്ടുവരികയാണ്. മനസ്സിലായിട്ടുണ്ടാ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളൊക്കെ ആസാമിലേക്കും ബംഗാളിലേക്കും വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനി അവർ വന്നാലേ കേരളത്തിലെ പണി നടക്കുള്ളൂ. എന്ന പോലെ നമ്മുടെ ശരീരത്തിനകത്ത് മരിച്ചു പോയിട്ടുള്ള കോശങ്ങള് ജനിച്ച് നമ്മുടെ ആ ഓരോ ഓർഗൻസും സെറ്റായെങ്കിലാണ് നമ്മുടെ ശരീരത്തിനകത്ത് രോഗം കുറയുള്ളൂ, ഉത്പാദിപ്പിക്കാനുള്ള എൻസൈമുകൾ ഉത്പാദിപ്പിക്കുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ അങ്ങനെയാണ് ഇതിനകത്ത് കിടക്കുമ്പോ നമുക്ക് ഇപ്പൊ നല്ല എനർജി ആയിരിക്കും ജനിച്ചു വരുന്ന കോശങ്ങൾ. കോശങ്ങൾ എന്ന് പറഞ്ഞാൽ 72 ദശലക്ഷം കോടി കോശങ്ങളാൽ നിർമ്മിതമാണ് ഹ്യൂമൻ ബോഡി. മനസ്സിലായിട്ടുണ്ടോ?
ഇത് കറക്റ്റായിട്ട് നല്ല എനർജറ്റിക് ഉള്ള കോശങ്ങളായിരിക്കും, നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ പ്ലേറ്റ്ലേറ്റ് കോശങ്ങളിലെ അളവും കുറയൂല. പ്ലേറ്റ്ലേറ്റ് കോശങ്ങളാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതും നമ്മുടെ ക്യാൻസറിന്റെ അണുക്കളുമായിട്ട് യുദ്ധം കൂടുതൽ നടക്കുന്നത്. ഇവര് മുന്നോട്ട് കൂടിയാണ് യുദ്ധം. ബ്ലഡ് സെൽസും മറ്റേ ഈ ക്യാൻസർ സെൽസും നമ്മുടെ പ്ലേറ്റ്ലേറ്റ് സെൽസും ഒക്കെ കൂടി ഇവരെപ്പോഴും യുദ്ധമാണ്. ഇവര് നമ്മളെ എപ്പോഴും ബോഡിയിൽ അടിച്ചമർത്തി, അതായത് യുദ്ധം പോലെ, ഇറാഖും അമേരിക്കയും പോലെ യുദ്ധം പോലെ തന്നെയാണ്. യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കണമെങ്കിൽ നമ്മൾ ശരീരത്തിന് നല്ല വെള്ളവും നല്ല മാഗ്നറ്റിക് പവറും നല്ല ന്യൂട്രീഷൻസും കൊടുക്കണം. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ജനിക്കുന്ന കോശങ്ങൾക്ക് നല്ല എനർജി ഉള്ള കോശങ്ങളായി ജനിച്ചു വരുമ്പോഴാണ് ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി 3 മാസമോ 6 മാസമോ 9 മാസമോ ഒരു കൊല്ലമൊക്കെ എത്തുമ്പോൾ ആളുകളുടെ രോഗമൊക്കെ മാറി എന്റെ മാരൊക്കെ സംഭവിച്ച മാതിരി ഒരു മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുക. മനസ്സിലായിട്ടുണ്ടാ? അതാണ് ജീവിതം. അതേപോലെ തന്നെയാണ് തലക്ക് വെക്കുന്ന ഒരു പില്ലോ ഉണ്ട് നമുക്ക്. അവനൊരു സൂപ്പർ താരമാണ്. എവിടെയും നമുക്ക് അവൻ ഉപയോഗിക്കാന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? ഈ പില്ലോ കുറച്ച് നമുക്ക് ഡെമോ കൊടുക്കാൻ പറ്റും. ഈ പില്ലോ കൊണ്ട് ഡെമോ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ പില്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്, നമ്മുടെ തലക്ക് വേണ്ടുന്ന ഒരു വസ്തുവാണ്. നമുക്ക് ഉറങ്ങാൻ ഉറക്കില്ലാത്ത ആളുകൾക്കും ഉറക്കമുള്ള ആളുകൾക്കും നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ ശരീരത്തിനകത്ത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിന്റെ ഉൽപാദനം നടക്കണം. അതിന്റെ ഉൽപാദനം നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യൻ ചാഞ്ഞു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിക്കണില്ല അസ്തമിക്കണില്ല, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ഒരു രാവിലെ ഉദിക്കുമ്പോ തന്നെ 3 മണിക്ക് ഉദിക്കുമ്പോ തന്നെ അതൊരു ചോരക്കട്ട പോലെയാണ്. എന്ന പോലെ തന്നെയാണ് ഇത് താഴോട്ട് കടലിലോട്ട് നമ്മൾ കാണുമ്പോഴും പോകുന്ന ആ ചോരക്കട്ട. ആ ടൈം തുടങ്ങി നമുക്ക് മെലറ്റോണിൻ എന്ന് പറയുന്ന ഉറങ്ങാനുള്ള ഹോർമോൺ ശരീരം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടാ? മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപാദനം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് വീട്ടില് ഭക്ഷണമൊക്കെ കഴിച്ച് ചിലര് ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിടപ്പത്തെ 2 മണിക്കും 3 മണിക്കും കിടക്കണത്. അവർക്ക് ഉറക്കമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം തോണ്ടി ഇന്നത്തെ യുവാക്കളെ കൂടുതൽ മരണത്തിന്റെ കാരണതാണ്. ഇന്നത്തെ യുവാക്കളെ നോക്കിക്കോ, അരി വെക്കണം വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യനല്ല, കുട്ടികളല്ല എന്ന് പറയും പണ്ടത്തെ ആളുകൾ. എന്ന പോലത്തെ മുഖമാണ് ഇന്നത്തെ ചെറുപ്പം കുട്ടികളുടെ, ഇന്നത്തെ തലമുറക്ക്. എന്താണ് കാരണം? ഇതിന്റെ റേഡിയേഷനാണ്. മനുഷ്യന്റെ കോശങ്ങളിലെ എനർജി നഷ്ടപ്പെട്ട് ജീവച്ചവം പോലെ ജീവിക്കുകയാണ്. മനസ്സിലായിണ്ട? ഇന്ന് ഡെലിവറി പ്രോബ്ലം വരെയും കാരണം ഇന്നത്തെ ലേഡീസ്, ഇന്നത്തെ കുട്ടികൾക്ക് ഈ പ്രസവത്തിന് വരും പ്രോബ്ലംസ് ഉണ്ടാവാൻ കാരണം ഈ റേഡിയേഷന്റെ ആണ്. മനസ്സിലായിട്ടുണ്ടാ? അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. പക്ഷെ നമ്മൾ പറയാതെ പറ്റൂലല്ലോ. നമ്മൾ കൺസൾട്ടന്റുമാരല്ലേ, വെൽനസിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ. അപ്പോ ഇതിനൊക്കെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും ഈ പില്ലോ വെച്ച് നമ്മൾ തലക്ക് വെച്ചാൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഡോക്ടറായിട്ട് മാറുന്ന സമയം നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലാണ്. നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഡീപ്പ് സ്ലീപ്പ്. ബാക്കിയുള്ള 6 മണിക്കൂർ നമ്മുടെ ശരീരം ഒരു ദിവസം പ്രവർത്തിച്ചതിന്റെ ചൂടാറാൻ വേണ്ടി കിടക്കുന്നതാണ്. ചൂടാറാണ്. ആ ചൂടാറിക്കഴിഞ്ഞാലാണ് നമുക്ക് ഡീപ്പ് സ്ലീപ്പ്. അപ്പൊ ഈ സാധനം വന്നു കഴിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പൊക്കിക്കൊണ്ട് പോയാൽ അറിയില്ല നമ്മള്. അതാണ് ഡീപ്പ് സ്ലീപ്പ്. ആ സമയത്താണ് നമ്മുടെ ബോഡിയിൽ ഹീലിംഗ് പ്രോസസ് നടക്കുക. അതായത് മെക്കാനിസം. ശരീരത്തിന് ദൈവം, ഞാൻ നേരത്തെ മുമ്പലാം വലിയ സയന്റിസ്റ്റാന്ന് പറഞ്ഞില്ലേ, മുമ്പലാം സിസ്റ്റം വെച്ചിട്ടുണ്ട്. നല്ല സമയത്താണ്. അപ്പൊ നമ്മുടെ ഹാർട്ടിനും സ്ട്രെയിൻ കുറഞ്ഞു, നമ്മുടെ ബോഡിയിൽ മൊത്തം റിപ്പയർ. അതിന് നമ്മൾ ഈ വസ്തുക്കൾ ഒരുക്കി കൊടുത്തെങ്കിൽ നടക്കുള്ളൂ. ഒരു ഡപ്പ മരുന്ന് കൊണ്ട് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നടക്കൂല. അവിടെയാണ് നമ്മളെ തെറാപ്പിയുടെ പവർ. മനസ്സിലുണ്ടോ? അപ്പോ ഇതാണ് നമ്മളെ ഈ 5-4 പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ ഒരു ബോഡിക്ക് കിട്ടുന്നത്. ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിന്റെ കൂടെ നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാർ എന്ന് നമുക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻസ്. ഈ ന്യൂട്രീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ഓർഗൻസിന് ഇന്ന് അത് മേടിച്ച് കഴിച്ചെങ്കിലേ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടാ? അതായത് നമ്മ കഴിക്കുന്ന അരി ഭക്ഷണത്തിൽ നിന്നോ പൊറോട്ടയിൽ നിന്നോ ഒന്നും നമുക്കൊന്നും കിട്ടുന്നില്ല. നമ്മുടെ വിശപ്പെടുക്കാൻ കഴിക്കുന്നു. ഇതല്ലാതെ നമ്മുടെ ഇന്ത്യയിലായിട്ടുള്ള ഓർഗൻസിന് പ്രവർത്തിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ഒരു എൻസൈമുകളും കിട്ടുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, വൈറ്റമിൻ പി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. വൈറ്റമിൻ പി, ബി അല്ല പി. അതായത് ഫ്ലവനൈഡ് എന്ന് പറയുന്ന ഒരു എൻസൈം ബോഡിയിൽ ഉണ്ടാക്കണം. ഇതിനൊതുങ്ങുന്ന വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂബെറി, എൽഡർബെറി, ഇങ്ങനെ 2 സാധനമാണ് നമ്മുടെ ഈ ഫ്ലവനൈഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു എൻസൈം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആവശ്യം വേണ്ടത്.
പക്ഷെ അത് നമ്മുടെ കമ്പനി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ പേര് കേട്ടിട്ടുള്ളൂ, ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ അൾട്രാബെറിയിൽ ഉള്ള സാധനത്തിനകത്ത് രണ്ടെണ്ണത്തിന്റെ പേരെ ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ശരീരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കിഡ്നി കംപ്ലൈന്റ് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനെ കറക്റ്റ് ചെയ്യും. നമ്മുടെ ലിവറിനെ വാഷ് ഔട്ട് ചെയ്യാനും ലിവറിന്റെ കോശങ്ങൾക്ക് വേണ്ടുന്ന എനർജിയും കിട്ടുമ്പോൾ ലിവർ സിറോസിസ് വരെയും മാറും. ലങ്സിന് നല്ല പവർ കിട്ടും. നമ്മുടെ മസിൽ, ഞാൻ എത്ര 800ഓളം മസിലുകളുണ്ട്. ഈ മസിലുകൾക്കൊക്കെ നല്ല പവർ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലങ്സിന് നല്ല പവർ കിട്ടും, ഹാർട്ട് നല്ല പവർ കിട്ടും, നമ്മുടെ മൊത്തം നമ്മുടെ കിഡ്നിക്കൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ആണെന്നുള്ളതാണ്. ബ്ലൂബെറി, എൽഡർബെറി, ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സംഭവം വേറെ ഒന്നും കൂടി നമുക്കുണ്ട്. നോനി. നോനി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിഫോ പോലുള്ള വൈറസുകളെ പുറന്തള്ളിക്കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നോനി. നോനിയൊക്കെ നമ്മുടെ അരിക്കാട് വീട്ടിൽ നോനിയുണ്ട്, ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. എനിക്കറിയില്ല ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയില്ല. ഈ സാധനം നമ്മുടെ ഈ പറയുന്നത് നമ്മുടെ ഈ അൾട്രാബെറി വന്നതിന് ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നോനി കൊണ്ടുള്ള, നോനിക്ക് ഒരു പ്രത്യേക സ്മെല്ലാ, നമുക്കത് ഇഷ്ടപ്പെടാത്ത സ്മെല്ലാണ്. പക്ഷെ നോനി ബെസ്റ്റ് സംഭവമാണ്, മനസ്സിലായിട്ടുണ്ടോ? അപ്പോ നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റുകൾ ഈ പറയുന്നതായിട്ടുള്ള വൈറ്റമിൻ പി, വൈറ്റമിൻസ് നിരവധി കിട്ടാൻ ശരീരത്തിന് കിട്ടേണ്ടതുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഓർഗൻസുകളെല്ലാം ഓരോന്ന് ഉണ്ടാക്കണം. ഇപ്പൊ ഷുഗർ 120 ഉണ്ടാക്കണ്ടേ, പ്രഷർ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കണ്ടേ, ഇതൊക്കെ വേണം. ഇപ്പൊ വൈറ്റമിൻ സി, omega 3, omega 6, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന സാധനത്തിൽ നിന്ന് കിട്ടും. ഈ അൾട്രാബെറിയിൽ നിന്ന് കിട്ടും, മോർ പവറിൽ നിന്ന് കിട്ടും. അതിനുതകുന്നതായിട്ടുള്ള ഫ്രൂട്ട്സുകളിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സുകളിലെ ഗുണം കൊണ്ടാണ് ഈ അൾട്രാബെറി എന്ന സാധനം സാഗർ ജോഷി സാറ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാ? സാഗർ ജോഷി സാറ് അത് മാനുഫാക്ചറിങ് ചെയ്ത് വിപണിയിലേക്ക് ഇറക്കിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിനെ പരിപാലിക്കുന്നതിനാണ് നമ്മുടെ ഈ പറയുന്ന അൾട്രാബെറി മോർ പവർ. മറ്റു ബ്ലോക്കിലേക്ക് പോകുന്നതിന്റെ സമയം അധികരിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത്, ഞാൻ ചുരുക്കി പറയാൻ കാരണം ഈ ന്യൂട്രീഷൻസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കണ്ടമാന സമയം പറയാനുണ്ട്, അത് നമുക്ക് അനുവദനീയമല്ലല്ലോ. അപ്പോ ഈ പറയുന്ന സിഫോ എന്ന് പറയുന്ന ഫംഗസിനെ കളയാനായിട്ടും നമ്മുടെ ഈ അൾട്രാബെറി ഉപകാരപ്രദം എന്നുള്ളതാണ്. അതേപോലെ ആണുങ്ങൾക്ക് പുരുഷന്മാർക്കുള്ള നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോണൊക്കെ ഉത്പാദിപ്പിക്കാനായിട്ട് ബെസ്റ്റാണ് അൾട്രാബെറി, മോർ പവർ ഒക്കെ. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിവരറിയുന്നുള്ളതാണ് ഉപയോഗിക്കുന്നവര്. മനസ്സിലായിട്ടാ? നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒറ്റക്കൊറ്റക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അൾട്രാബെറിയും മോർ പവറൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വിറ്റഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വിൽപ്പനയും അതിന്റെ പ്ലാനും കാര്യങ്ങളൊന്നും ഞാൻ പറയൂല കേട്ടാ. ചെറുതായിട്ടൊക്കെ അറിയുള്ളൂ, അതിലേക്ക് പോകൂല, സമയമില്ല. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ ഈ എന്താ പറയാ വൈറ്റമിൻ B12, ഇതൊക്കെ നമുക്ക് B12 കിട്ടുന്നത് നമുക്ക് പുറത്തുനിന്ന് കിട്ടാം. അപ്പോ ഇതൊക്കെ പുറത്തുനിന്ന് കിട്ടണം, പക്ഷെ അകത്തുനിന്ന് കൊടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെയുള്ള ന്യൂട്രീഷൻസുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അൾട്രാബെറി മനുഷ്യന് ഏറ്റവും നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ബയോടോറിമോട്ട് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും മസ്റ്റാണ്. നമ്മുടെ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങൾക്കും ഓർഗൻസിനെ നന്നാക്കി എടുക്കാനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ബാധകമുണ്ടാ. ഈ പെൺകുട്ടികളുടെ പീരിയഡ് പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അത് സാധിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഗുണമുള്ള സാധനങ്ങൾ. മുടി, കണ്ണ്, നമ്മുടെ മെമ്മറി ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. മെമ്മറിക്ക് വേണ്ടുന്ന omega 3 ഫാറ്റി ആസിഡ് ഒന്നും കിട്ടണില്ലെന്ന് ആളുകൾക്ക് ഇന്ന് ഓർമ്മക്കുറവാണ്. അതുപോലെ ചെവിടിന് പദമാണ്, ചെവിട്, അതായത് നമ്മുടെ വോക്കൽ കോഡിന്റെ പ്രോബ്ലം. അത് കൂടാതെ തന്നെ നമ്മുടെ ഇയർ ഡ്രം ഉണ്ട്. ഇയർ ഡ്രം എന്ന് പറയുന്നത് ഒരു പാടാണ്, അതായത് ചെണ്ടമ്മ ഒട്ടിച്ചേക്കുന്ന തുകലില്ലേ എന്ന പോലത്തെ ഒരു സാധനമാണ്. ഇതുമ്മല് ഈ നമ്മുടെ ഒരു മുടിനാരകളെ കുത്തിയാൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഊട്ടകൾ വരും. അതെന്താണ് കാരണം? തലഞ്ഞു തുടങ്ങിയിട്ട് കീഴോട്ട് പോരാൻ സമ്മതിക്കൂല, മൂക്കിക്കോളെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കൂല, ചുമച്ചു പോകാൻ സമ്മതിക്കൂല. പാരസെറ്റമോളും മറ്റൊരു സാധനമൊക്കെ പിടിച്ചു വെച്ചേക്കണ വീട്ടില് മൂക്കിൽ നിന്ന് വരുമ്പോഴത്തേനും വേദന ഗുളിക കഴിച്ച് എനിക്കിത് വരാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ജലദോഷം വരാൻ പാടില്ല. മെൻസസ് വരത്താനും ഗുളിക, വരത്താതിരിക്കാനും ഗുളിക, പിരീഡ് ഉണ്ടാവാനും ഗുളിക, ഉണ്ടാവാതിരിക്കാനും ഗുളിക. മനസ്സിലായിട്ടുണ്ടാ? ഇതൊക്കെ രോഗം വരച്ചു വെക്കുന്നതാണ്. ജലദോഷം വന്ന് ഇത് മൂക്കിൽ നിന്ന് പുറത്തേക്ക് പോയെങ്കിലാണ് തലച്ചോറ് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. പൊട്ടികളായി പോകും നമ്മള്. മനസ്സിലായിട്ടുണ്ടോ? പേടി വെക്കണം. എന്റെ അയൽവക്കത്ത് ഒരു വീട്ടിൽ എല്ലാവർക്കും ഇതൊരു സംഭവം.
ഒരാൾക്ക് മാത്രം ഹോസ്പിറ്റലിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഞാനൊരു കഥനയായിട്ട് ചെല്ലണം. രാജാ സതിന്ന് വിളിക്കണമെങ്കിൽ ഞാനൊരു കഥനയായിട്ട് ചെന്നിട്ട് അത് പൊട്ടിക്കണം. അപ്പോഴത് തിരിഞ്ഞു നോക്കുള്ളൂ, ആരാണ്ട് എന്തോ പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊക്കെ മാറാനായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ വളരെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. അപ്പോ ഞാനിനി സമയം കഴിഞ്ഞു പോയി, 7:10 ഓ സോറി, ക്ഷമിക്കണം. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ സംസാരിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇന്ന് സംസാരിച്ച വിഷയങ്ങള് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായിട്ടുണ്ടാവും എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, സന്തോഷിക്കുന്നു. വേറെ ഒന്നുമില്ല, അറിവുകൾ നമ്മള് ഉള്ളിൽ വെച്ചിരുന്നാൽ അതിനൊരു വില ഉണ്ടാവൂല. അതെടുത്ത് പ്രവർത്തിക്കണം. മനസ്സിലുണ്ടോ? ഇപ്പൊ കുറച്ച് കാശ് കിട്ടി, ഇത് അലമാരിൽ വെച്ച് ഒരാൾക്ക് ഒരു ഉറുപ്പ കൊടുക്കാതെ ചെലവ് ചെയ്യാതിരുന്നാൽ അതിനൊരു വിലയില്ല. എന്ന പോലെയാണ് ഇത് പുറത്തേക്ക് നമ്മൾ വിടണം, എങ്കിലേ നമുക്ക് പിന്നീട് വരുള്ളൂ. മനസ്സിലായിട്ടുണ്ടാ? ഉള്ളിൽ വെച്ചിട്ട് വിങ്ങിപ്പൊട്ടും. ഓ ഞാൻ പറഞ്ഞ അയാൾക്കൊരു അറിവ് കിട്ടും, അത് വേണ്ട എന്നല്ല, എന്നിലൂടെ അറിവ് എല്ലാവർക്കും കിട്ടണം. നിങ്ങളിലൂടെ എനിക്കും അറിവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വേറെ ഒന്നുമല്ല, ഞാൻ അങ്ങനത്തെ ഒരു സാധാരണ ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ സൂം പ്രോഗ്രാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതിൽ കുറെ ആധാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് വിളിച്ചത് അങ്ങനെയല്ല സാർ ഇങ്ങനെ അല്ലെങ്കിൽ സലീംക്ക എന്ന് പറയണം. അതാണ് വേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ ഇന്ന് എനിക്ക് ഇന്നലെ യൂണിസാർ രാത്രി പറഞ്ഞു, യൂണിസാർ കണ്ടശ്ശേരി സലീംക്ക നാളെ പ്രോഗ്രാം ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിക്ക് എല്ലാ ദിവസവും ഇതിനകത്ത് ഓരോ സബ്ജക്ട് സംസാരിക്കാൻ തന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്താ വെച്ചാൽ എനിക്കിത് ജീവനാണ്. എന്താ വെച്ചാൽ എന്റെ പോസ്റ്റേജിൽ എന്ത് പ്രോബ്ലം മാറി മനസ്സിലാക്കണം പറയുന്നത്. വൃഷ്ണവീക്കം ഉണ്ടായിരുന്നു. വൃഷ്ണവീക്കം അറിയാം എന്താണെന്നുള്ള വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് വൃഷ്ണവീക്കം എന്ന് പറയും. വൃഷ്ണവീക്കം അത് ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ട്. അതെനിക്ക് ഒരു 90% മാറി. ഞാൻ പിന്നെ ഇത് വിടുവോ? എന്നിട്ട് സ്വർണം കായ്ക്കണ മരം എന്റെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട് തരാമെന്ന് ഒരു ലീഡർ വന്ന് പറഞ്ഞാലും വേറെ കമ്പനിയിലേക്ക് ഞാൻ പോകൂല. സാഗർ ജോഷി സാറ് ഇത് നിർത്തുന്ന കാലത്തോ ഞാൻ ഇതിനകത്ത് പോകുള്ളൂ. എന്റെ ജീവനുള്ള കാലം വരെ എനിക്ക് വയസ്സ് ഇപ്പൊ 71 ജീവനുള്ള കാലം എനിക്ക് നടക്കാൻ പറ്റുന്നവരെ ഞാൻ ഈ ബയോട്ടോറിയം പറയും, ചെയ്യും, ഒരാളുടെ പുറകെ പോകൂല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇതിൽ സംസാരിക്കാൻ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഇതിനകത്ത് എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞ സമയം കഴിഞ്ഞു. എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അമ്മ പണ്ട് പറയായിരുന്നു രാത്രി കിടക്കുമ്പോ പല്ല് തേച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ എന്ന്. അതാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ഒരു പ്രശ്നമില്ല. പല്ല് തേച്ചിട്ട് വെള്ളം കുടിക്കണമെന്നൊന്നും ഇല്ല. രാത്രി പല്ല് തേച്ചിട്ട് കിടക്കണം. പല്ല് തേച്ച് കിടക്കുന്ന ഒരാൾക്ക് എന്ന് രാവിലെ എണീറ്റാലും നല്ലതായി വെള്ളം കുടിക്കാം. അപ്പൊ ഇനി ഞാന് അധികം സംസാരിക്കാനില്ല. സെലിമിക്കയുടെ ക്ലാസ്സിനെ കുറിച്ചൊന്നും പറയാനും ഇല്ല. കാരണം ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ സലീംക്കയാണ് ഇന്ന് സംസാരിച്ചത്. കുറെ നാളായിട്ട് സലീംക്കയുടെ ക്ലാസ് കേട്ടിട്ടുള്ള ആളുകൾ പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും മാഗ്നറ്റിക് പ്രൊഡക്ട്സും മോർ പവറും അൾട്രാബെറി ജ്യൂസൊക്കെ നമ്മുടെ ഉപയോഗത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ ഒരു ഡോക്ടർ സംസാരിക്കും പോലെ അധികം സംസാരിച്ചിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. നമ്മൾ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ടീമിനെ പഠിപ്പിക്കണം. അപ്പൊ അവര് പഠിക്കുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഞാൻ വൈകിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ബിഗ് കൺഗ്രാജുലേഷൻസ്. ഇന്ന് നമ്മുടെ പെരുമ്പാവൂർ BOP ആണ്. അതുകൊണ്ട് എല്ലാ ലീഡേഴ്സും ആ പ്രദേശത്തുള്ള ആളുകൾ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് പുതിയ ഗസ്റ്റുകളുമായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരാളെയെങ്കിലും അവിടത്തേക്ക് കൊണ്ടുവരണം പുതുതായിട്ട്. അപ്പൊ നല്ലൊരു പ്രോഗ്രാമൊക്കെ നമ്മൾ ഇന്ന് മാറ്റണം. അതേപോലെ തളിപ്പറമ്പിൽ ഇന്ന് പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ മിനി സാറ് പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നുണ്ട്. തളിപ്പറമ്പിലും പ്രോഗ്രാം ഉണ്ട്. 2 പ്രോഗ്രാമാണ് ഇന്ന് KBCയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എല്ലാവരും ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യം. കുറെ അപ്ഡേഷൻസ് ഉണ്ട്, നമുക്ക് ഇന്ന് അവിടെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.